സംഭവം വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മൂസാ നബിയുടെ താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു പാപിയായ മനുഷ്യനുണ്ടായിരുന്നു, ബനൂ ഇസ്രായേൽ. അയാൾ ചെയ്യാത്ത പാപമില്ല. അത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഔലിയാക്കള്, ആരിഫീങ്ങൾ, നേരത്തെ പറഞ്ഞ ആളുകൾ. അങ്ങനെ വേറെ ആൾക്കാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله وعلى عباد الله الصالحين والحمد لله അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജന്മാർ, ഏവരെയും ആനന്ദതീരത്തേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, അള്ളാഹു വലിയ അനുഗ്രഹമാണ് ചെയ്തത്. നമ്മളെ അള്ളാഹു താല അവൻ്റെ ശക്തികളിൽ മനുഷ്യരായി സൃഷ്ടിച്ചു. അൽഹംദുലില്ലാ. മാത്രമല്ല, നമ്മളെ അള്ളാഹു താല മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി. അൽഹംദുലില്ലാ. മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി തുടരാനുള്ള തൗഫീഖ് നമുക്ക് വലിയ അനുഗ്രഹം. മാത്രമല്ല, അള്ളാഹു താല അവൻ്റെ ഹബീബായ നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ അവരുടെ അനുയായിയായി അള്ളാഹു താല. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് മാത്രമല്ല നാളെ മഹ്ശറയിലും മുത്തനബിയുടെ ഉമ്മത്തിയായതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അൽഹംദുലില്ലാ. മറ്റുള്ള അമ്പിയാക്കളുടെ ഉമ്മത്തികളൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ മുത്തനബിയുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് വലിയ സന്തോഷത്തിലായിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹ് നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, വളരെ നമുക്ക് അനിവാര്യമായ 3 കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് അൽഹംദുലില്ലാ ഈ ഫഖീർ എന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാനുള്ള, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഹുബ്ബ് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിനോടുള്ള ഹുബ്ബ് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ തൃപ്തി നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള 3 കാര്യങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. 3 കാര്യങ്ങളാണ് അതിനാവശ്യം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമതായിട്ടുള്ളത് തൗബയാണ്. തൗബ ചെയ്യുന്നവർ അള്ളാഹു തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ്. തൗബ എന്ന് പറഞ്ഞാൽ അന്നദം. തൗബത്തു അന്നദം, ഖേദമാണ്. നമ്മള് ഇങ്ങനെ ഒരാള് പറയാ, നമ്മളിങ്ങനെ ഏറ്റു പറയാ തൗബയുടെ വാക്കുകൾ, അതല്ല. തൗബ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരു തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, വലിയ തെറ്റായി പോയല്ലോ അത് എന്നുള്ളൊരു ഖേദം ഉണ്ടല്ലോ. ഇതിനാണ് തൗബ. ഈ ഖേദം വരണം. ഈ ഖേദത്തോടു കൂടി ഇനി അത് ചെയ്താൽ ശരിയാവൂല എന്നുള്ള നിലക്ക് അതിൽ നിന്ന് പിന്മാറുക, അതിൽ നിന്ന് മടങ്ങുക, ആ തെറ്റിൽ നിന്ന് മടങ്ങി നല്ലൊരു അവസ്ഥയിലേക്ക് മടങ്ങി വരിക. ഇതിനാണ് തൗബ എന്ന് ശരിക്കും പറയാം. ഇങ്ങനെ തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോ ഇവിടെ പലർക്കും ഉള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തൗബ ചെയ്യുന്നത്, അത് അള്ളാഹിനെ കളിയാക്കാൻ. പലരും പറയും ഇബ്ലീസ് നമ്മളിലേക്ക് ഇട്ടു തരുന്ന ഒരു ദുർബോധനവുമാണ്. ഈ അള്ളാഹിനെ കളിയാക്കാൻ, ഇത് ഇന്നാള് പാപം ചെയ്തു, ഇതിന് മുന്നേ പാപം ചെയ്തു, അന്ന് നീ തൗബ ചെയ്ത് മതി, ഇത് വീണ്ടും പാപം ചെയ്തു, വീണ്ടും തൗബ ചെയ്യുന്നു, ഇത് നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഇത് അള്ളാഹിനെ പരിഹസിക്കലല്ലേ എന്ന് ശൈത്വാന് നമ്മൾക്ക് ഉത്ബോധനം ചെയ്തു വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നഫ്സിന്റെ ഭാഗത്ത് ചിന്തയും വരും. എന്നാൽ അങ്ങനെയല്ല, അത് കളിയാക്കലല്ല. കളിയാക്കൽ എന്ന് പറഞ്ഞാല് ഒരു നിസ്സാരമാക്കിക്കൊണ്ട് പാപങ്ങള് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ പാപം ചെയ്തതിൽ ഖേദമില്ല, ആ പാപത്തിൽ നിന്ന് മടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അവർക്ക് ഇനിയും പാപം ചെയ്തുകൊണ്ടേയിരിക്കണം. പാപം ചെയ്താൽ പിന്നെ തൗബ ചെയ്യാതെ പുറത്തേർക്കുക. പക്ഷെ അവൻ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ അവരിക്കില്ല. അതൊക്കെയാണ് അള്ളാഹിനെ കളിയാക്കുന്നത്. അല്ലാതെ തെറ്റ് ചെയ്ത ആള്, അവനക്കൊരു ഖേദം വന്നു, തെറ്റ് ചെയ്തു പോയല്ലോ, ഇനി നേരാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ അവന് എത്ര പ്രാവശ്യം വീണാലും ശരി അള്ളാഹു തആല അവന് ഉയർത്തുക. 1000 പ്രാവശ്യം പാപം ചെയ്താലും ഇതിൽ യാതൊരു സംശയവും. ഉദാഹരണമായിട്ട്
നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നിട്ട് നമ്മൾ തന്നെ പറയും അങ്ങനെ തൗബ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാല് ചുരുങ്ങിയത് പറയാം, ചുരുങ്ങിയത് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളുടെ ഇമാമിയങ്ങൾ, മദ്ഹബിലെ ഇമാമിയങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫറദ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം സലാം വീട്ടി കഴിഞ്ഞാൽ ഒരു ഔറാദ് ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യണം. വളരെ അത് നിശ്ചയമില്ലാത്തവരെ ചെയ്യാതിരിക്കും. എന്താണത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വ അസ്അലുഹു തൗബത. ഇത് 5 വഖത്തിൽ നിസ്കാരം കഴിഞ്ഞാല് നമ്മൾക്ക് അത് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്താ അതിനർത്ഥം? 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹുവേ, അലീമായ മഹത്വമുള്ള അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്താ എന്ന് പറയുന്നത്? മിൻ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരെ നിലർത്തിപ്പോരുന്നവനുമായ, സ്വയമായി ജീവസുള്ള മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവനായ ആ അള്ളാഹു, അവനല്ലാതെ മറ്റൊരു മഅബൂദില്ല, ആരാധ്യനില്ല. ഹക്കായ വടക്കത്തിന് തരപ്പെട്ടവൻ അവനല്ലാതില്ല, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇങ്ങനത്തെ അള്ളാഹുവിലേക്ക്, അവനാണെങ്കിലോ കാരുണ്യവാനാണ്, ദയാലുവാണ്. ഇങ്ങനത്തെ അള്ളാഹുവിലേക്ക് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നിട്ട് പറയണതാണ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എങ്ങനെയത് പൊറുക്കലിനെ തേടുന്നത്? മിൻ കുല്ലി ദംബിൻ, എല്ലാ വൻ പാപങ്ങളിലും, വ ഖതീഅത്തിൻ, എല്ലാ ചെറുപാപങ്ങളിലും, വ അതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു, അവനിലേക്ക് ഞാൻ ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. കഴിഞ്ഞില്ല, വീണ്ടും ഒന്നും കൂടി അതിനെ സ്ട്രെസ് ചെയ്ത് അള്ളാഹുവിൽ യാചിക്കുകയാണ്. വ അസ്അലുഹു തൗബത, അവനോട് ഞാൻ തൗബയെ ചോദിക്കുന്നു, എന്റെ തൗബ സ്വീകരിക്കാൻ ഞാൻ അവനോട് അർത്ഥിക്കുന്നു, എന്റെ പശ്ചാത്തലം സ്വീകരിക്കണമെന്ന് ഞാൻ അർത്ഥിക്കുന്നു. മനസ്സിലായി? പിന്നെയാണ് അല്ലാഹു അന്തസ്സലാമു മിൻകസ്സലാം എന്ന് പറയുന്നത് ബാക്കി പറയുന്നത്. ഇത് നമ്മൾ ചൊല്ലറിയും, പക്ഷെ അത് അറിഞ്ഞു ചൊല്ലും. തൗബ ചെയ്യുന്നുണ്ട് നമ്മൾ, ഇത് നമ്മൾ പഠിപ്പിച്ചു തന്നാണ്. തൗബ ചെയ്യല് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യം. പാപികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്നവരെയാണ്, അല്ലേ? ഇനി അത് പോട്ടെ, നമ്മൾ ഒളു എടുത്തു കഴിഞ്ഞാലുള്ള ദുആ പെട്ടെന്ന് ഖബൂലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്റെ റസൂൽ ഒളു എടുത്തു കഴിഞ്ഞാൽ ഈ തൗബയെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? അഷ്ഹദു, ഒളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദുആ ഇറക്കുന്നത് എന്താ ദുആ ചെയ്യുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന. ആയെന്തിനത് പറഞ്ഞു? അള്ളാഹുവേ, നീ എന്നെ ഉൾപ്പെടുത്ത, നീ എന്നെ ആക്കണമേ. മിനത് തവ്വാബീന, ധാരാളം തൗബ ചെയ്യുന്നവരിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ. ധാരാളം തൗബ ചെയ്യുന്നവർ അള്ളാഹ് നല്ല ഇഷ്ടമാണ്. മനുഷ്യനാണ് നമ്മൾ മലക്കാവാൻ പരിശ്രമിക്കുന്നത്. ഞാൻ പലരോടും പറയാറുള്ള കാര്യമാണ്. ചില ആളുകൾ വന്ന് പറയും, നിരാശയാണ് ഉസ്താദേ, പലപ്പോഴും ഞാൻ നന്നാവാൻ ആഗ്രഹിക്കും ഉസ്താദ്, നല്ല ആഗ്രഹം, പിന്നെ വീണ്ടും വീഴാണ്. എടാ, നീ എന്താടാ എന്റെ അടുക്കിലേക്ക് വരാത്തത്? നമ്മള് പലരോട് ചിലപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ള ചെറുക്കന്മാര്, യൂത്തിലുള്ള, അതായത് മറ്റേ യുവാക്കള്, ഇവർ നമ്മുടെ അടുത്തേക്ക് ഇൽമു പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും മറ്റൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സദസ്സിലേക്ക് വരുന്നവർ പിന്നെ വരാതിരിക്കും. ചോദിക്കുകയാണ്, എന്താടച്ച് വരാത്തത്? എപ്പോഴും കണ്ടാ ചോദിച്ചത്, ഉസ്താദക്ക് വരാൻ ആഗ്രഹമില്ല, എനിക്ക് നന്നാവാൻ നല്ല ആഗ്രഹം. പക്ഷെ ഞാൻ എത്ര ഉസ്താദ് പറഞ്ഞതുപോലെ നന്നാവാൻ ആഗ്രഹിക്കുമ്പോഴും വീണ്ടും ഞാൻ വീഴാണ്. അങ്ങനെ നിരന്തരം വീഴുമ്പോൾ ഒരു നിരാശ വരുന്നത്. എന്താ ഇതിപ്പോ എനിക്ക് ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പാപം ചെയ്തവനായി ഇങ്ങനെ നിരന്തരം പാപം ചെയ്യുക? എന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് വീണ്ടും പോവാ ദീന് പഠിക്കാൻ എന്ന് പറഞ്ഞിങ്ങാണ്ട് ഓരോന്ന് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാരണത്താൽ വരാൻ പറ്റില്ല. എന്താ പിശാചി എന്ത് രസകരമായാണ് അവനെ അള്ളാന്റെ ദീനിൽ നിന്ന് കൊണ്ടുപോകുന്നത്. എനിക്ക് അങ്ങനത്തെ ആളുകളോട്, എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ മലക്കാവാൻ പരിശ്രമിക്കരുത്. മലക്കളേക്കാൾ ഉന്നതരാവാനാണ് പരിശ്രമിക്കുന്നത്. മലക്കാവാൻ പരിശ്രമിക്കരുത്.
മലക്ക് എന്ന് പറഞ്ഞ അവര് പാപങ്ങള് അവർക്ക് എന്താണ് ലാ 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 യഅസൂനക ബിമഅറൂഫിൻ അല്ല ലാ യഅസൂന അല്ലാഹ ബിമഅറൂഫിൻ ഔ കമാ ഖാൽ ലാ യഅസൂന അല്ലാഹ അവരൊരിക്കലും മാറ് കാണിക്കുകയില്ല, എതിര് പ്രവർത്തിക്കുകയില്ല ബിമഅറൂഫിൻ ഒരു കൽപ്പന കൊണ്ട്. അല്ലാഹു തആല കൽപ്പിച്ചൊരു കാര്യത്തിന് എതിരായിട്ട് ഒരിക്കലും മലക്കുകൾ പ്രവർത്തിക്കില്ല. കാരണം അവർക്ക് നമ്മളെ പോലെയുള്ള നഫ്സോ നമ്മൾക്ക് ആധിപത്യം ചെലുത്തുന്നത് പോലെ ഇബ്ലീസോ പിശാചുക്കളോ ഇല്ല. അവർ 100 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മള് ശരീരം തന്നെ എന്താണ്? തീയ്, മണ്ണ്, വെള്ളം, വായു. ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ സങ്കരാണ്. അനാസുറുൽ അർബ 4 ഈ ഘടകങ്ങളുടെ എന്താണ് അതിന്റെ ഒരു ഒന്നാകെയുള്ള ഒരു സങ്കലനമാണ് നമ്മളിലൂടെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ സ്വഭാവത്തിൽ വരും. അള്ളാഹു തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ശരീരം സൃഷ്ടിച്ചു. മോഹം വരുന്ന വിധത്തിലുള്ള ശരീരത്തെ സൃഷ്ടിച്ചു. ശരീരത്തിന് ചൂട് വരുമ്പോൾ പല മോഹങ്ങളും വരും. അള്ളന്നെ സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹു തന്നെയാണ് എന്ത് ചെയ്യണത്? നിയമങ്ങളും പ്രവാചകന്മാരുടെ ഇറക്കി. മറ്റു മനുഷ്യ സഹജമായിട്ട് അള്ളാഹ് സൃഷ്ടിച്ചതാണത്. പരീക്ഷണം സൃഷ്ടിച്ചതാണ്. വീട് തെറ്റു വരുമ്പോഴത്തിനങ്ങണ്ട് എന്തില്ല, അവൻ നരകത്തിലേക്ക് കണ്ട് കൊണ്ടുപോയിട്ട് അവനിങ്ങനെ പോവാണ്. പെട്ടെന്ന് ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ കടവ് നോക്കിപ്പോയി, നീ നരകത്തിൽ, അല്ലെങ്കിൽ വേറെ എന്തിനും ചെയ്തു, നീ നരകത്തിൽ. എന്താപ്പത്? അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോകാൻ നടക്കാം. ആരോ പറഞ്ഞ പോലെ ഷവർമ്മക്കോൽ എടുത്തിട്ടിരിക്കുക അള്ളാഹു താല. ഒരാളെ എങ്ങനെയെങ്കിലും നരകത്തിൽ കിടന്നോ അങ്ങനെ ഇട്ടുകാണ്ട് പൊരിക്കുക, അങ്ങനെ ഒന്നല്ല. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് എന്റെ ഷെയ്ഖ് നമ്മുടെ ഷെയ്ഖുമാർ പഠിപ്പിച്ചു തന്ന മുസ്ലിം പഠിപ്പിച്ചു തന്ന അള്ളാഹ് വളരെ കാരുണ്യവാനാണ്. നമ്മൾ മനസ്സിലാക്കിയോട് തെറ്റിയത് അതൊക്കെ അത്രക്കും അള്ളാഹു താലാന്റെ സന്ദേശങ്ങളെ ധിക്കരിച്ച് തള്ളിയ ആളുകൾ. എന്നിട്ടും എത്രയോ അവസരങ്ങൾ അള്ളാഹു സക്രാത്തിന്റെ ഹാലുവരെ കൊടുക്കും. അതുവരെ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുക. എങ്ങനെയെങ്കിലും നേരാവട്ടെ. മാത്രമല്ല, നേരാവേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ അവസരങ്ങളും, അതിനുള്ള എല്ലാവിധമായ അവസരങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കും. എന്നിട്ടും മനഃപൂർവ്വം ധിക്കരിച്ച് അള്ളാഹിനെ വെറുപ്പിച്ച് നടക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ്. അവർക്കും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കാൻ മതിയായവനാണ്. അല്ലാതെ നന്നാവാൻ ആഗ്രഹിക്കുന്ന ആള്, അള്ളാഹു റസൂലിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് പെട്ടെന്ന് പൊടുന്നതിനെ അവസര സാന്ദർഭികമായി അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അവരില് തെറ്റു വന്നുപോയി. ഉടനെ ഖേദം വന്നു, തെറ്റാണ് ഞാൻ ചെയ്തത്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ തെറ്റാണ്, പഠിച്ചവനെ പുറത്താട്ട്, ഇത് മതി. അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അതൊക്കെ ഒരു നിസ്സാരാക്കുമ്പോഴാണ് പ്രശ്നം. നിസ്സാരാക്കാൻ പാടില്ല. പറയാറുണ്ട് മഹാന്മാര്, അതായത് ധിക്കാരികളായ ആളുകൾ, നേരത്തെ പറഞ്ഞ ധിക്കാരികളായ ആളുകൾ, അവരിൽ നിന്നൊരു പാപം വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മൂക്കിൽ ഈച്ചരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഉണ്ടാക്കി അത് ഓരോ വാസ്തവപ്പുറല്ല കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് അവര് കണ്ട് എന്ത് ചെയ്ത് ഉറപ്പിച്ചു. അത് അസ്തപുറത്തല്ലേ മതി. ഇനിയും പാപങ്ങൾ അവസരം വരുമ്പോൾ ചെയ്യാമെന്നുള്ളത്. അതേ സ്ഥാനത്ത് ഒരു മുഅ്മിന് വിശ്വാസിയായ ആളുകൾ പാപം വന്നാൽ പിന്നെ അവന്റെ ചിന്ത എന്താ വെച്ചാല്, ഈ പർവ്വതങ്ങൾ വലിയ പർവ്വതം തന്റെ മേലിൽ വീട് പോവോ എന്നുള്ള ഭയം പോലുള്ള ഭയം ഉണ്ടാവും. അവൻ അന്ന് കിടന്നുറങ്ങുമ്പോൾ മേൽക്കൂര, എന്റെ പാപം കാരണത്താൽ മേൽക്കൂര എങ്ങാനും പൊടുന്നനെ പൊട്ടി വീണ് എന്റെ മേൽക്ക് വീഴോ. പാപം വന്നു കഴിഞ്ഞാൽ അവനക്ക് വല്ലാത്ത ഭയമായിരിക്കും, ഖേദമായിരിക്കും. തെറ്റ് പറ്റിയല്ലോ, എന്റെ തെറ്റാണ്, ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു പോയല്ലോ. ഉടനെ പൊടുന്നനെ തന്നെ അവന് അള്ളാഹുവിന്റെ ആശയം വരാൻ, അള്ളാഹിനോടുള്ള ആശ പ്രതീക്ഷയും വരുവാൻ. പക്ഷെ എനിക്ക് വളരെയധികം പുറത്തു തരുന്നവരാണ്, ദയാലുവാണ് എന്റെ റബ്ബ്. അവനക്കറിയാം എന്റെ അവസ്ഥ, അവനെനിക്ക് പുറത്തു തരും. ഞാൻ ഖേദിച്ചു മടങ്ങിയാൽ പുറത്തു തരുന്നവരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് എന്നിലേക്ക് പ്രവാചകരായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉടനെ അവൻ ഖേദിച്ച് പടച്ചോനെ പുറത്തെടുക്കണം. ഇനി ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കണം. പടച്ചോനെ ഇനി എന്റെ അടുത്ത് അത് വരൂല, നീ അത് എന്നെ കാത്ത് രക്ഷിക്കുകയും ചെയ്യും. ആ പാപത്തെ തന്നെ കാത്ത് സംരക്ഷിക്കണമേ അല്ലാഹ്. ഞാൻ തന്നിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുന്നത് പുറത്തു കേട്ടാൽ ഉടനെ തൗബ ചെയ്തു മടങ്ങും. ആ തൗബ ചെയ്ത് അള്ളാഹ് പൊറുക്കും എന്നും അവൻ എന്തുണ്ട്, പുറത്തു തരും എന്നും അവന് പ്രതീക്ഷയുണ്ട്. എന്നാലോ അള്ളാഹ് എങ്ങാനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോവും, നരകത്തിലേക്ക് പോയി പോകുന്നുള്ള ഭയവും ഉണ്ട്. രണ്ടും. അപ്പൊ തൗബ ചെയ്യും. ഖേദം ഞാൻ പറഞ്ഞു വരണമെന്ന് വെച്ചാല് എനിക്ക് നേരാവാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കരുത് എന്റെ പ്രിയമുള്ളത്. കാരണം എന്താ, നമ്മള് ഒന്ന് അനുസരിക്കുന്നവരാകുന്നു. അള്ളാഹും അവനും റസൂലും പറഞ്ഞത് നമ്മൾ അനുസരിച്ചു.
നമ്മൾ പാപിയായി പോയി, നമുക്ക് തെറ്റ് വീണ്ടും വീണ്ടും തെറ്റ് വന്നു പോവാൻ, അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് ഒഴിവാക്കണം. പാപ ഏതായാലും വന്നു പോയി, അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നിസ്കരിക്കണം ഒഴിവാക്കല്ല. ഞാൻ പാപം വന്നു, എനിക്കിതൊന്നും പറ്റാത്തത്, അങ്ങനെയല്ല. അനുസരണത്തിന് പോവുക. അത് ധിക്കാരികളെ പണി, ധിക്കാരം പാടില്ല. അപ്പൊ എന്ത് വേണു? പാപം വരട്ടെ വരാതിരിക്കട്ടെ, അവരനുസരിക്കുന്നവരാണ്. അവരിനി ഏത് പാപം വന്നാലും അവൻ പാപത്തിന്റെ ആ സമയം കഴിഞ്ഞാൽ ഉടനെ അവരതിൽ നിന്ന് ഖേദിച്ചു മടങ്ങണം. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ പുറത്താട്ട് അല്ലാഹ് മടങ്ങണം. മാത്രം എത്രയും വേഗം മടങ്ങണം, താമസിപ്പിക്കാൻ പാടില്ല. ഏത് പാപമായാലും ആ പാപത്തിന്റെ ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ അവന് ഖേദം. ആ കഴിഞ്ഞ ഉടനെ തൗബ ചെയ്ത് മടങ്ങി. ഇനി പാപം ചെയ്യാതിരിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് തൗബ ചെയ്ത് മടങ്ങി. മാത്രമല്ല അള്ളാഹുവിനോട് അതിനുവേണ്ടി തേടും ചെയ്യാം. നിസ്കാരം ഒരിക്കലും ഖളാക്കാൻ പാടില്ല. നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരു, ഞാനിതിന് ആശയം പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ അതിന് ഉടനെ തന്നെ ഒരു നന്മ നിങ്ങൾ പ്രവർത്തിക്കുക. ആ നന്മ നിന്റെ ഈ കഴിഞ്ഞ പാപത്തെ മായ്ച്ചു കളയും. അത്ര വരെ അള്ളാഹുവിന്റെ റസൂൽ. പിന്നെ എന്തിനാ നമ്മൾ പേടി? പാപം ചെയ്യണേന് പേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അള്ളാഹ് സ്വീകരിക്കൂലേ എന്നുള്ളൊരു ഭയം. അള്ളാഹ് സ്വീകരിക്കും, പക്ഷെ ഖേദമാണ്, ഇനി ചെയ്യൂല ദൃഢനിശ്ചയം. അങ്ങനെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാലും വീണ്ടും ചിലപ്പോൾ സാഹചര്യത്തിന് വഴിപ്പെട്ടൊരു തെറ്റ് വരാം. വന്ന ഉടനെ ഇതന്നെ പണി, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. മനുഷ്യർ എന്ന് പറയും ഇങ്ങനെയൊക്കെ. തെറ്റ് വന്നാൽ ഉടനെ ഖേദിച്ചു ഉടനെ മടങ്ങണം, വൈകിക്കരുത്. എന്നിട്ട് സൽക്കർമ്മങ്ങൾ വീണ്ടും ചെയ്യും. മനസ്സിലാണ്? അള്ളാന്റെ റസൂൽ പറയും, വൻ പാപങ്ങൾ വന്നു പോയാൽ വ്യഭിചാരം, സ്വവർഗരതി, പലിശ, അതുപോലെ സിഹർ ചെയ്യുക, ഒന്നൊരിക്കലും പാടില്ല. പിന്നെ കളവ് പറയുക, പരിശുദ്ധ ഖുർആൻ കൊണ്ട്, അതുപോലെ തന്നെ മുതവാത്തിറായ ഹദീസുകളെ കൊണ്ട് ശിക്ഷ വ്യക്തമായിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വൻ പാപങ്ങൾ. ആ പാപങ്ങൾ അത് വന്നുപോയാൽ തൗബ ചെയ്ത് മടങ്ങും. അതൊക്കെ തൗബ എന്ന് നേരത്തെ പറയുന്നത് പടച്ചവനെ തെറ്റിപ്പറ്റി. എന്നാൽ മനുഷ്യ സഹജമായ ചെറുപാപങ്ങൾ ധാരാളം മനുഷ്യന് വരാൻ സാധ്യതകളുള്ള, പ്രത്യേകിച്ച് ഈ കാലഘട്ടം അല്ലെ, സാധ്യതകളുണ്ട്. ആ സാധ്യതകളുള്ള തെറ്റ് വരുമ്പോൾ അപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ പുറത്തിറങ്ങി തേടണം. മാത്രമല്ല അവന് പ്രതീക്ഷകൾ കുറയുന്നത്. അള്ളാന്റെ റസൂൽ സത്യാണ് പറഞ്ഞ് വിശ്വസിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സംശയം പോലും ഉണ്ടാകാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിസ്കാരത്തിനെ സംബന്ധിച്ച് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എങ്കിൽ ആ പുഴയിൽ നിങ്ങൾ 5 സമയത്ത് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ല അഴുക്കും ബാക്കി നിൽക്കുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് അത് ഒരിക്കലും ബാക്കി നിൽക്കുകയില്ല. അപ്രകാരമാണ് 5 വഖത്തിലെ നിസ്കാരം. അതായത് ഒരു സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലോഹർ നിസ്കരിക്കുമ്പോൾ സുബഹിയുടെയും ലോഹറിന്റെയും ഇടയിലുള്ള ഈ ചെറുപാപങ്ങളെല്ലാം അത് പുറത്തു തരും. ലോഹർ കഴിഞ്ഞാൽ അസർ നിസ്കരിക്കും, അതിനിടയിൽ പുറത്തു തരും. ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും മറ്റൊരു നിസ്കാരത്തിനും ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹ് പുറത്തു തരും എന്ന് പറഞ്ഞത് സ്വാദിഖുൽ മസ്തൂഖായ അള്ളാഹുന്റെ റസൂലാണ്. അതായത് അള്ളാഹു അവന്റെ സന്ദേശം നമ്മൾക്ക് അറിയിച്ചു തരാനാണ് പ്രവാചകരെ നിയോഗിച്ചത്. അവര് പറയണ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെയുള്ള തെറ്റുകൾ പുറത്തു തരും. പക്ഷെ ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞു നീ ഉടനെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, വേഗം എന്ത് ചെയ്യണം? നീ അള്ളാഹുവെ പുറത്തു കാട്ടല്ല എന്ന് പറഞ്ഞു കണ്ടു ഉടനെ നിസ്കരിക്കാൻ വരെ. ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവർ ഒന്നോടുക്കുമ്പോ തന്നെ അവന് പാപങ്ങൾ പുറത്തു. അത് ഏത് പാപം പുറത്തു? അങ്ങനെ ഒന്നും പൊറുക്കണില്ലെങ്കിൽ പിന്നെ എന്താ ഈ പറഞ്ഞ ഹദീസിന്റെ പാന? ഏത് പാപമാണ് പിന്നെ? പൊറുക്കിട പാപം ഏതോന്ന് പറഞ്ഞെന്ന്? പൊറുക്കിട പാപം എന്ന് പറയും, അങ്ങനെ ഉണ്ടല്ലോ. പൊറുക്കുന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിലുള്ളതാണ് അല്ലെ. ഒന്നെടുക്കുമ്പോൾ, കൈ കഴുകുമ്പോൾ, കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഇങ്ങനെ, മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിയ പാപങ്ങൾ പുറത്തു കിട്ടും. വായ്ക്കൊപ്പിളിക്കുമ്പോൾ വായ കൊണ്ട് നമ്മൾ സംസാരിച്ച പാപങ്ങൾ ഇങ്ങനെ പോകും. മുഖത്തിൽ പെട്ട ഏതെങ്കിലും അവയവങ്ങളിൽ നിന്ന് വന്ന പാപങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ, വെള്ളം ഒലിച്ചു പോകുമ്പോൾ പോകും. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്യും, കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് നമ്മൾ നടന്നത് കൊണ്ടുള്ളൂ, ചെവി തടവുമ്പോൾ ചെവി കൊണ്ടുള്ളൂ അല്ലെ, തല തടവുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച പാപങ്ങൾ, അക്കല് കൊണ്ട് ചിന്തിച്ച്, ഇതൊക്കെ പുറത്തു തരുമെന്ന് ഹദീസ് നോക്കി നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ പാപങ്ങൾ ഏത് പാപം? നമ്മൾ ചെയ്യാത്ത ഏത് പാപം? മനസ്സിലായി? അപ്പൊ പാപങ്ങൾ എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം 5 വഖത്ത് മട്ടത്തിൽ നിസ്കരിക്കുക. ആ ഓതെടുക്കുമ്പോ തന്നെ മട്ടത്തിൽ അള്ളാഹിനെ ഓർത്ത് ഓതെടുക്കാൻ പരിശ്രമിക്കുക. നമ്മൾ നിസ്കരിക്കുമ്പോ എന്റെ പടച്ചോനെ അത് സ്വീകരിക്കണേ എന്നുള്ള നിലക്ക് കൈയ്യെട്ടണം.
അതുപോലെ എനിക്ക് പറയാൻ നിസ്കാരത്തിന്റെ ഷർത്തുകള് ഫർളുകള് മുറിയുന്ന ബാത്തിലാക്കുന്ന കാര്യം ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾ അങ്ങനെ മദ്രസ പഠിക്കണം എന്നില്ല. എല്ലാവരും ആകെ ചെറിയ കുട്ടികൾ മദ്രസ പഠിക്കണം. മറ്റുള്ളവര് പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോ ഏതൊക്കെയാണ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഒന്ന് മുറിയണ കാര്യങ്ങൾ, ഏതൊക്കെ നിസ്കാരത്തിന് ഭംഗം വരുത്തുന്ന സ്വീകാര്യതക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, കർമ്മശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണം. നല്ലതാണ്, നല്ലത് എന്നല്ല, അനിവാര്യമാണ്. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിസ്കരിക്കുക, അങ്ങനെ പറ്റുന്നത് പോലെ പഠിക്കുകയും സാധിക്കുന്നത് പോലെ നിസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ നിസ്കരിക്കണ പടച്ചോനെ കബൂൽ ചെയ്യണേ എന്നുള്ള നിലക്ക് നിങ്ങൾ കയ്യെ കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഓതുന്ന തസ്ബീഹിന്റെ അർത്ഥങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ശരി, അള്ളാഹിന്റെ മുന്നിലാണ്, അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുക. പടച്ചോനേക്ക് പുറത്താട്ടല്ല, എന്റെ പാവം പുറത്താട്ടല്ല, നിന്റെ മുഖലിസ്വീങ്ങളായ നീ തൃപ്തിപ്പെട്ട ഇഖ്ലാസുള്ള നിന്റെ അടിമകളിലേക്ക്, തെക്കുകളിന്റെ അടിമകളിലേക്ക് നീ എന്നെയും തെരഞ്ഞെടുക്കല്ല എന്നുള്ള മനമാനസികമായ ദുആയോടുകൂടി നിസ്കരിച്ചു. വേറെ ചിന്ത ഒന്നും അപ്പൊ വരൂല. കാരണം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുണ്ട്. അങ്ങനെ താഴ്മയോടുകൂടിയും ഹശിയത്ത് ഭയഭക്തിയോട് കൂടിയിട്ടും താഴ്മയോട് അള്ളാഹിന്റെ മുന്നിലുള്ള താഴ്മയോട് കൂടി അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിയുമ്പോൾ എന്റെ പാപങ്ങളെല്ലാം എന്നിട്ട് അതിനുശേഷമാണ് വീണ്ടും തൗബ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു വരുമ്പോ ഇഞ്ഞിന്റെ പുറത്തിട്ടില്ലെന്ന് സംശയിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെന്താ അള്ളാഹ് എത്ര ദയാലുവാണ്, എത്ര കാരുണ്യവാനാണ്, അള്ളാഹ് പുറത്തരാന്ന് പറ്റി സംശയിക്കുന്നത്. പിന്നെ അവിടെ ആ നിസ്കാരം കഴിഞ്ഞാൽ പാപങ്ങൾ വരാത്ത വിധത്തിൽ സൂക്ഷിക്കണം. പക്ഷെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അശ്രദ്ധക്കുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ അറിയാതെ വീണ്ടും തെറ്റ് വന്നു പോയാൽ അടുത്ത നിസ്കാരത്തിൽ പുറത്ത്. അപ്പൊ അതുകൊണ്ട് തെറ്റ് വന്നത് കൊണ്ട് നിരാശപ്പെടുകൾ പിന്തിരിയല്ലേ എന്നാണ് പറയാനുള്ളത്. അള്ളാഹു കാരുണ്യവാനാണ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, തെറ്റ് വരുമ്പോ പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അതാണ് പറയുന്നത്. ഈ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുഖാശഫത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ ഒരു ചരിത്രം വിവരിക്കണം. ബനു ഇസ്രായേലിൽ നടന്നൊരു സംഭവം വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മൂസാ നബിയുടെ താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു പാപിയായ മനുഷ്യനുണ്ടായിരുന്നു ബനു ഇസ്രായേൽ. അയാൾ ചെയ്യാത്ത പാപമില്ല. രാവിലെ അങ്ങോട്ട് ഇറങ്ങും, വീട്ടിൽ വ്യഭിചരിക്കും, ബലാത്സംഗം ചെയ്യും, പെണ്ണുങ്ങളെ കയ്യുകൊള്ളും കാര്യക്കാരെന്നുള്ള അവസ്ഥ. അല്ല, അതിനൊക്കെ കഴിവുള്ള ആൾ, ഒരാൾക്കാരെ തടയാൻ പറ്റും. അത്രയ്ക്ക് എന്താണ് പറയാ, അതിനുള്ള ബലവും അതിനുള്ള ആരോഗ്യമൊക്കെ ഉള്ള ആൾ. ആ ആള് ഒരാൾക്കും അയാളെ കൊണ്ട് ഉപദ്രവം കിട്ടാത്ത ആളില്ല. കള്ളു കുടിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, ബലഹീനരായ ആളുകളെ ശല്യം ചെയ്യും, ആക്രമിക്കും, പിടിച്ചു പറിക്കും. അയാൾക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു മനുഷ്യൻ. ഏതായാലും അങ്ങനെ അയാൾക്ക് രോഗം ബാധിച്ചു, അയാൾ മരണപ്പെട്ടപ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി. ഇനി ഇയാളെ കൊണ്ട് നമ്മൾ കുറെ ബുദ്ധിമുട്ടി. ഇനി ഇയാളെ കണ്ടും ഇനി വേറെ കുറെ ആൾക്കാർ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഗസാലി ഇമാം വിവരിച്ച വിഷയം ഞാൻ നമ്മളുടെ ഭാഷയിൽ അതിന് വിശദീകരിക്കും. ഇനി ഇവനെ കണ്ടുകൊണ്ട് ഇവന്റെ ഓനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, അവൻ മരിച്ചു. ഇനി ഒരാൾ ഇത് ഉണ്ടാവാൻ പാടില്ല അവനെ കണ്ടുകൊണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇവന്റെ ഈ മയ്യത്ത് നമ്മൾ എന്ത് മറവ് ചെയ്യരുത്, നമുക്കത് കുപ്പത്തൊട്ടിൽ കൊണ്ടുപോയിടണം. അങ്ങനെ അങ്ങാടിയിൽ എല്ലാവരും ഈ മാലിന്യം കൊണ്ടുവരുന്ന വലിയ കുപ്പത്തൊട്ടുണ്ട് അങ്ങാടിയിൽ, പുതു സ്ഥലത്ത്. അവിടെ കൊണ്ടുപോയിട്ട് ഇവന്റെ ശവം ഇട്ടു. എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചു, എല്ലാവരും അറിയേണ്ടതിലേക്ക് ഇവനെ പോലെയുള്ള പാപങ്ങള് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശല്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും ഇതുപോലെയായിരിക്കും എന്നവിടെ എഴുതി വെച്ചു. ആളുകളൊക്കെ ഇത് കാണും, ശരിയാണ്, അവനക്കത് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ 2 or 3 ദിവസം ആകുമ്പോഴത്തേന് അഴുകാൻ തുടങ്ങി, ശരീരല്ലേ, ദുർഗന്ധം വരാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ വഹി വരുന്നത്. മൂസാ നബി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ജനങ്ങളെല്ലാവരും കൂടി അവന്റെ ശരീരം മയ്യത്ത് ഇന്ന സ്ഥലത്ത് കുപ്പത്തൊട്ടിയിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകണം, ആ ശരീരം അവിടെ നിന്ന് എടുത്തും കൊണ്ട് അത് കുളിപ്പിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, കഫൻ ചെയ്യണം, ജനാസ നിസ്കരിക്കണം, എല്ലാവരെയും കൂട്ടിയിട്ട് കൊണ്ടുപോയി മറവ് ചെയ്യണം. മൂസാ നബിക്ക് കിട്ടിയ ചാൻസ്, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളല്ല മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് മഹഫറത്തിനുള്ള എല്ലാ ആളുകൾക്കും മഹഫറത്ത് പാപമോചനം കിട്ടുന്നതല്ലേ, അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ചാലും സംസ്കരിച്ചാലും. ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം ആ പറഞ്ഞ സ്ഥലത്തേക്ക് കുറെ ദിവസങ്ങളോളം
വഴിദൂരം ഉള്ള സ്ഥലമാണ്. അത് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പരിശ്രമിച്ചു. അത്രക്ക് വേഗതയുള്ള വാഹനത്തിൽ കയറി അവിടെ എത്താൻ പരിശ്രമിച്ചു. അങ്ങനെ അവിടെ എത്തി ജനങ്ങളോട് പറഞ്ഞു, അള്ളാന്റെ ഭാഗത്ത് നിന്ന ഒരു ഇതുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, മരണപ്പെട്ട് കൊടുക്കുന്നുണ്ട്, അത് മയ്യത്ത് നിസ്കരിക്കണം, കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരുന്നാണ്. പോയപ്പോ ആളുകൾക്ക് ഏകദേശം മനസ്സിലായി ഈ മനുഷ്യനെ പറ്റിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഏതായാലും പോയി നോക്കാം. പോയി നോക്കി കുപ്പത്തട്ടില് ചീഞ്ഞളിഞ്ഞിട്ട് ഇങ്ങനെ വാസന ദുർഗന്ധം വമിച്ചിട്ട് ധാരാളമായിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് മൂസാ നബി പറഞ്ഞു, ഇതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടത്. ആളുകൾ പറഞ്ഞു, മൂസാ നബി നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം ഈ ആള് ചെയ്യാത്ത പാപില്ല, അതിന് ശിക്ഷയായിട്ടാണ് ഞങ്ങൾ ഈ ചെയ്തിട്ടുള്ളത്. മൂസാ നബി പറഞ്ഞു, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഹസ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അള്ളാഹ് പറഞ്ഞത് ചെയ്യാം. ഓക്കെ, അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ, അവരൊന്നും പറഞ്ഞില്ല. അവര് കൊണ്ടുപോയി കുളിപ്പിച്ചു, ശുദ്ധിയാക്കി, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു, മറവ് ചെയ്തു. മൂസാ നബിക്കും വല്ലാത്ത, കാരണം ജനങ്ങളെ മുന്നിൽ ഈ മൂപ്പരല്ല മൂപ്പരെ എന്താ പറയാ അവിശ്വസിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരല്ലേ. മൂപ്പര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, ഇദ്ദേഹത്തിന്റെ വീടത് വളരെ നമുക്ക് ഇദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കണം എന്ന്. അപ്പൊ ഇന്നാലിന്റെ വീട്ടിലുണ്ട്, പോവാ. അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രം അവിടെ, മനസ്സിലാവുന്നു. അപ്പൊ ഭാര്യയോട് ചോദിച്ചു, മൂസാ നബി ചോദിക്കാണ്, നിങ്ങളുടെ ഈ ഭർത്താവ് വല്ല നന്മയും ചെയ്യണം നിങ്ങൾ കണ്ടു? സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവ് നിങ്ങളെല്ലാം എന്താണോ മനസ്സിലാക്കിയത് അപ്രകാരം തന്നെ എനിക്കും പറയാം. എന്റെ ഭർത്താവിൽ നിന്നൊരു നന്മ ഞാൻ കണ്ടു. അദ്ദേഹം രാവിലെ ഇറങ്ങും, നിങ്ങളൊക്കെ അറിയുന്ന പോലുള്ള ഈ ജനങ്ങളെ ഉപദ്രവിക്കലും പ്രയാസപ്പെടുത്തും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്. രാത്രി വരും, രാത്രി വന്നിട്ടും ഇതേപോലെ കള്ളു കുടിച്ചിട്ട് കനവ് വരും. ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു നന്മയാക്കണം. മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചു, എന്നാലും ഒന്നുകൂടി ചിന്തിച്ചു നോക്കും, എന്തെങ്കിലും തെറ്റല്ലാത്ത വല്ലതും ചെയ്യുന്നുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു, സ്ഥിരമായി ചെയ്യുന്ന ഒരു സംഭവം, അതൊരു അള്ളാനെ കളിയാക്കണതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂപ്പര് വരും, വന്ന് മദ്യപിച്ചു വന്ന് എന്നെ ഉപദ്രവിക്കും, അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് കുളിച്ചു കഴിഞ്ഞാൽ മൂപ്പരുടെ ഈ നശ, ഈ ലഹരി മാറും. അപ്പൊ ഒരു ബോധം വരും. ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറയും, നീ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് ചെയ്യണം. അങ്ങനെ ഈ സ്ത്രീ കാണിച്ചോട് സ്ഥിരമായിട്ട് മൂപ്പര് ചെയ്യുന്ന സ്ഥലം. ഈ സ്ത്രീ പറയാണ്, എന്നോട് പറയും, എന്നെ നീ തല കീഴായിട്ട് കെട്ടിത്തൂക്കണം, കാരണം ഞാൻ വലിയ പാപാണ് ചെയ്തത്, എന്റെ റബ്ബിലേക്ക് എനിക്ക് തൗബ ചെയ്ത് മടങ്ങാൻ. അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യും. അദ്ദേഹം സുബഹി വരെ അദ്ദേഹം കാല് മേലെയും തല കീഴിലും താഴെയുമായി കെട്ടി തൂങ്ങിയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ പറയും, പടച്ചോനെ തെറ്റ് പറ്റിപ്പോയി, ഞാൻ എത്ര വലിയ പാപവും എത്ര വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്ക് നേരാവണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ, പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും തെറ്റിൽ പെട്ടുപോവാൻ, എന്താണെന്ന് അറിയില്ല, എനിക്ക് നേരാവാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറടേ പടച്ചോനെ, ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് ഖേദിക്കുന്നു, അതിലേക്ക് തൗബ ചെയ്തു പശ്ചാത്തലിച്ച് മടങ്ങും, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല റബ്ബേ. ഇത് ഞാൻ എത്ര ആവർത്തിച്ച് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തു പോകുന്നു, വീണ്ടും പാപം ആവർത്തിക്കുന്നു, വീണ്ടും ഞാൻ അതിനെ ലാഘവത്തോടു കൂടി ഇതിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ട് വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പടച്ചോനക്ക് പുറത്തു തരണേ, നീ അല്ലാതെ എനിക്ക് പുറത്തു തരുന്നവർ ആരാളുള്ളത്? കാരുണ്യവാനായ പടച്ചോനെ, എന്റെ തൗബ സ്വീകരിക്കണേ, ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം എപ്പോൾ കരഞ്ഞ് രാവിലെ വരെ കരഞ്ഞു. എന്നിട്ട് എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അദ്ദേഹം സുബഹി നിസ്കരിക്കും. എന്നിട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയ പിന്നെ ഞാൻ കേൾക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായി. മൂപ്പരാണ്ട് ഇറങ്ങിപ്പോയി നേരെ കള്ളു ഷാപ്പിൽ പോയി. പിന്നെ മൂപ്പര ഈ പ്രവർത്തനം തന്നെ രാത്രി വന്ന് സ്ഥിരം രാത്രി ഇതാ പരിപാടി. എന്നിട്ട് എങ്ങനെ മരിച്ചത് മൂപ്പര് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മരണപ്പെട്ടതിന്റെ അതിന് മുന്നുള്ള ദിവസം അദ്ദേഹം ഇതേപോലെ രാത്രി എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ സാധാരണത്തെ പോലെ തന്നെ ഞാൻ അതേപോലെ കെട്ടിത്തൂക്കി. അദ്ദേഹം തൗബ ചെയ്ത് കരയാൻ തുടങ്ങി തൗബ ചെയ്ത് പടച്ചോനെ പുറത്തു തരണമേ, എന്റെ തൗബ സ്വീകരിക്കാൻ കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേൾക്കണില്ല. ഞാൻ പോയി നോക്കി, അദ്ദേഹത്തിന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, നിശ്ചലമാണ്. അങ്ങനെയാണ് അഴിച്ചിറക്കിയിട്ട് കുറെ വിളിച്ചു നോക്കി, അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ട്, കാരണം അദ്ദേഹം തൗബ ചെയ്തിട്ട് അള്ളാഹു താല സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിന് തെറ്റ് ചെയ്യാൻ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറയുമല്ലോ, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു. അള്ളാഹു താലാന്റെ അടുക്കൽ ഇപ്പോൾ ഒരു പാപവും ചെയ്യാത്ത ആളെ പോലെയാണ് അദ്ദേഹം. അതാണ് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖേദമാണ് അള്ളാഹ് അദ്ദേഹത്തെ സ്വീകരിച്ചത്.
എല്ലാവർക്കും സമാധാനം. എന്റെ പ്രിയമുള്ളവരെ, ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട്, പഠിക്കാനുണ്ട് ഇതിലൊക്കെ. നമ്മൾ ഈ എന്തെങ്കിലും തെറ്റ് ആളുകളെ കാണുമ്പോൾ നിസ്സാരാക്കിയിട്ട് അവരൊക്കെ മോശം, ഞാൻ വലിയൊരു നല്ല ആള്, എന്റെ പ്രിയമുള്ളവരെ, അതൊക്കെ വലിയ പാപമാണ്. അതാണ് ഏറ്റവും വലിയ പാപം. ആളുകളെ നിസ്സാരാക്കാണ്ട് അവർക്ക് പ്രാർത്ഥിച്ചോളൂ, ഉപദേശിച്ചോളൂ. നിസ്സാരാൻ തെറ്റ് വന്നവർ നിരാശപ്പെടണ്ട. അല്ലാഹു തആല എപ്പോഴും സ്വീകരിക്കാൻ തയ്യാർ. പകല് ചെയ്ത പകലിലുള്ള പാപികൾ, പകല് ചെയ്ത പാപങ്ങള് എല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല രാത്രിയിൽ അവർക്ക് തൗബ ചെയ്യുന്ന തൗബ സ്വീകരിക്കും. രാത്രി സുബഹി വരെ ഈ പകലിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാഹു തആല രാത്രിയിൽ പകലിൽ ചെയ്ത പാപങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്നവർക്ക്, തൗബ ചെയ്യുന്നവർക്ക് അവരുടെ തൗബ സ്വീകരിക്കാൻ, പൊറുക്കൽ തേടാനും പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടാണ്. അതുപോലെ തന്നെ രാത്രിയിൽ പാപം ചെയ്തവർക്ക് പകലിൽ മഗ്രിബ് വരെ സൂര്യ അസ്തമിക്കുന്നത് വരെ അവർ തൗബ ചെയ്യുകയാണെങ്കിൽ, അത് പൊറുക്കലിനെ തേടാണെങ്കിൽ അല്ലാഹു തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്, പുറത്തു തരാൻ തയ്യാറാണ്. അങ്ങനത്തെ അള്ളാണ് നമ്മുടെ പൊന്നാര അള്ളാഹ്, പൊന്നാര റബ്ബാണ്. നമ്മൾ അള്ളാഹും നല്ലൊരു പ്രതീക്ഷയോടെ പ്രിയമുള്ളവരെ, തെറ്റ് വന്നു വെച്ചിട്ട് നിങ്ങൾ നിരാശപ്പെടല്ലേ. അതുകൊണ്ട് ഞാൻ പറയേണ്ട ഉദ്ദേശം നിങ്ങൾ തെറ്റുകൾ ആവർത്തി ചെയ്തോളിന്നല്ല. പാപം വന്നാൽ തെറ്റ് ചെയ്ത് ഉപയോഗിച്ച് മടങ്ങി, എന്നിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നാവാൻ അള്ളാഹിനോട് തന്നെ ദുആ ചെയ്യുകയും ചെയ്യുക, ദൃഢനിശ്ചയം ചെയ്ത് മുന്നേറുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഖുർആൻ ഓതിയിട്ടെന്താ? അവിടെ തെറ്റ് ചെയ്താൽ ഖുർആൻ ഓതുമ്പോ ആ ഖുർആന്റെ ഓരോ അക്ഷരത്തിനനുസരിച്ച് നിന്റെ പാപം പുറത്തിട്ടുണ്ട്. പിന്നെന്തിനാ ഞാൻ തെറ്റ് ചെയ്തോല്ലോ, പിന്നെന്തിന് ഞാൻ ദിക്ർ ചെയ്യുന്നത്? അവിടെ ആ ദിക്ർ കൊണ്ട് നിന്റെ പാപം പുറത്തിട്ടുമല്ലോ. അപ്പൊ തെറ്റ് ചെയ്തവരാണ് കൂടുതൽ അത് ചെയ്യേണ്ടത്. തെറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ സ്വലാത്ത് ഇല്ലേണ്ടത്. അപ്പൊ നന്മ ചെയ്യുന്നതിന് നിങ്ങൾ മാറി നിൽക്കരുത്, ഖേദം ഉണ്ടാവുക. അപ്പൊ എന്താണ്? അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്നവർ തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്യുന്ന ആളാണ്. പാപം ചെയ്യുന്നവരാണെങ്കിലും ശരി, അവൻ തൗബ ചെയ്യുന്നുണ്ടോ അള്ളാഹ് ഇഷ്ടം ലഭിക്കുന്നു. അതാ പറയുന്നത്. ഇനി പാപമൊന്നും ചെയ്യാത്ത ആളാണ്, ഓൻ തൗബ ഒന്നും ചെയ്യുന്നില്ല, ഓൻ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യുന്നില്ല, അള്ളാഹ് പൊറുക്കലിനെ തേടുന്നില്ല, അവനെ അള്ളാഹ് ഇഷ്ടപ്പെടൂല. കാരണം എന്താ? ഞാൻ പാപം ചെയ്യാത്തവനാണെന്നുള്ള ആ ചിന്ത തന്നെ വലിയ പാപമാണ്. ആ ചിന്ത തന്നെ വലിയ പാപം. അള്ളാഹുവിന്റെ റസൂൽ തന്നെ എത്രയോ പ്രാവശ്യം, 100 പ്രാവശ്യം എന്നാണോ, 70 പ്രാവശ്യം, 100 പ്രാവശ്യം എന്നാണോ അള്ളാഹുന്റെ റസൂൽ സ്ഥിരം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. പിന്നെ നമ്മളെ കാര്യം എന്താ? ഒരു പാപവും ചെയ്യാത്ത മുസ്ലിം പ്രവാചകന്മാര് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മളോ, ഞാൻ ഇപ്പൊ നല്ലോനാണ്. ഈ നല്ലോനാണ് എന്നുള്ള ഈ നന്മ തന്നെ പാപമാണ്. കാരണം അത് വലിയ അറിവാണ്. അതിന് മുറബിയ ശേഖന്മാരെ പിടിച്ചിട്ടോ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിയുന്ന വിശ്വാസ കാര്യങ്ങളൊക്കെ അറിയുന്ന ആരിഫ്യങ്ങളായ ദീനിനെ പറ്റി അറിയുന്ന ആളുകളെടുത്ത് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ആരിഫ്യങ്ങളായ മുറബിയ ശേഖന്മാരെടുത്ത് പോയിരുന്ന കാര്യം പറയാൻ പറ്റും. ഒരു പാപവും ചെയ്യാത്തവരാണെങ്കിൽ അവരും പാപത്തിലാണെന്നുള്ളത് തിരിച്ചറിയും. അറിവ് ലഭിക്കണം. ഓരോന്നിനെ സംബന്ധിച്ച് അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഓരോരുത്തർക്കും അവരാരുടെ പദവിക്കനുസരിച്ചുള്ള പാപങ്ങളും തെറ്റുകളും ഉണ്ട്. ഒരു കുത്തുവാണെങ്കിൽ വരെ, അബ്ദാലാണെങ്കിലും ശരി, ഔത്താദാണെങ്കിലും ശരി, ഇനി മേലെ ഏറിലുള്ള അഖിയാത്തുകളിൽപ്പെട്ട ആളാണെങ്കിലും, ഫർദാനിയത്തിലെത്തിയ ആളായാലും ശരി, അതായത് ഹൗസ് ആയാലും ശരി, അദ്ദേഹത്തിന്റെ പദവിക്കനുസരിച്ചിട്ടുള്ള തെറ്റ് അദ്ദേഹത്തിനുണ്ടാവും. അതിനെ തൊട്ട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങും, അദ്ദേഹം പൊറുക്കലിനെ തേടുന്നു. അതാണ് ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അടുത്തത് എന്താണ്? ത്വഹാറത്ത്. 1 തൗബ, 2 ത്വഹാറത്ത്. ത്വഹാറത്ത് എന്ന് പറഞ്ഞു ശുദ്ധി. എന്ത് ശുദ്ധിയാണ് വേണ്ടത്? 1 ശരീരശുദ്ധി വേണം, പിന്നെ എന്താണ്? ലൈംഗിക ശുദ്ധി വേണം, പിന്നെന്താണ്? ഹൃദയശുദ്ധി വേണം. ഇത് 3 ഉണ്ടാകണം. ഒരു മനുഷ്യന് ശരീരശുദ്ധി വേണം, വൃത്തിയും വേണം, വെടുപ്പും വേണം. ശരീരശുദ്ധി അത് പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും ഫിഖ് ബാധകമാണ്. ശരീരശുദ്ധി വരുത്തുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് നമ്മളെ ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. നജസോടുകൂടി നമ്മൾ എന്ത് ചെയ്യരുത്? നിലകൊള്ളാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും നമ്മളിൽ നജസ് വന്നിട്ടുണ്ട് കൂട്ടനെ വൃത്തിയാക്കും. അതുപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നടക്കുന്ന സ്ഥലം, അവിടൊക്കെ നജസില്ലാത്ത ഭാഗത്തും കൂടെ സൂക്ഷിച്ചു പോകണം. നജസ് തട്ടിക്കഴിഞ്ഞ ഉടനെ കഴുകണം. ഈ വെള്ളം കിട്ടാത്ത ഭാഗമാണെങ്കിൽ അവിടെ ശുദ്ധീകരിക്കുന്ന രീതി എന്താണെന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചെടുക്കണം. നമ്മൾ
മനസ്സിലാവും. അതിന് അത്യാവശ്യ അറിവ് വേണമെന്ന് പറയുന്നു. മനസ്സിലാവും. നിറം, വാസന, രുചി, മനസ്സിലാവുണ്ട, ഇത് പോകുന്ന വിധത്തിൽ അതിൽ നിന്നൊക്കെ ശുദ്ധിയാവണം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സ്ത്രീകളും പ്രത്യേകം മനസ്സിലാക്കണം. വീട്ടില് നജസായി കഴിഞ്ഞാൽ, കുട്ടികൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതേപോലെ നജസുകൾ വന്നു കഴിഞ്ഞാൽ അവിടൊക്കെ എങ്ങനെ വൃത്തിയാക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. ഒസുവാസിന്റെ ആവശ്യവുമില്ല. ഓവറായിട്ട് ഇസ്ലാം പറഞ്ഞ നിയമത്തിന് അപ്പുറമൊന്നും ചെയ്യണം. കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? തുടക്ക വെള്ളം കൊണ്ട് തുടക്ക, വെള്ളം ഒന്ന് ഒഴിക്കുക. അതിന്റെ മുകളിൽ വെള്ളം ഒഴുകണം. എത്ര മൂത്രമുള്ളത് ആ വെള്ളം ഒഴുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് എന്ത് ചെയ്താൽ മതി? വൃത്തിയായി കളഞ്ഞാൽ മതി. അല്ലാതെ മൂത്രം ഒഴിച്ചു കൊടുത്ത് ആ മോപ്പിന്റെ അടുത്ത് വെള്ളത്തിൽ മുക്കി ഒന്നാകാൻ കണ്ട് തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതാണ് ഇസ്ലാമിന്റെ. അതെന്താണ്? ആ നിലത്തായി കഴിഞ്ഞ് ഒന്നുകൊണ്ട് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുടച്ച ആ ഭാഗം തുടച്ചിട്ട് മേലെ വൃത്തിയായി കഴിഞ്ഞാൽ അവിടെ ശുദ്ധിയായി. ഇനി പുറത്ത് മണ്ണിലാണെങ്കിൽ ആ നജസ്സുള്ളവർക്ക് നജസ് എന്താ പറയാ, അതിന്റെ തടിയുള്ള നജസ്സാണെങ്കിൽ അത് അവിടെ മാറ്റി കൊണ്ടുപോയിട്ട് പിന്നെ അതെല്ലായിടത്തും അത് വേണം. അത് കഴിഞ്ഞതിന് ശേഷം ആ പുറത്ത് മണ്ണിലാണെങ്കിൽ അതിനെ കവിയുന്ന വിധത്തിൽ അവിടെ വെള്ളം ഒഴിക്കും. അപ്പൊ അവിടെ ശുദ്ധിയാവും. ഇങ്ങനെയുള്ള ശുദ്ധിയുടെ കാര്യങ്ങൾ, വൃത്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ അപ്പുറം വിശ്വാസമായി നടക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്ന വീട്ടില് ബാത്റൂമിൽ നിന്ന് നിങ്ങൾ ശുദ്ധിയാക്കിയിട്ട് വരികയാണെങ്കിൽ ബാത്റൂമിൽ ഉപയോഗിച്ച ചെരുപ്പ് കൊണ്ട് നിങ്ങൾ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ഉള്ളിലേക്ക് വരരുത്. ഇനി നിസ്കരിക്കണില്ലെങ്കിലും ഉള്ളിലൊന്നും അങ്ങനെ നെജസാക്കാൻ പാടില്ല. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശുദ്ധിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒന്നും ചവിട്ടി വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയാക്കാതെ കുട്ടികള് കുറെ എന്താ പറയല് കൂട്ടുകുടുംബാണ്, കുറെ കുട്ടികളുണ്ട്, പല വിധത്തിൽ നേഴ്സുകളൊക്കെ ഇടക്കിടക്ക് വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വൃത്തിയാക്കാൻ പറ്റണില്ല. അപ്പൊ ഒരു തുടക്കണുള്ളൂ എങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടുന്നാ ഓതെടുത്ത് വരുന്ന അവിടുന്ന് ഇങ്ങോട്ട് മറ്റൊരു ചെരുപ്പ് ഉപയോഗിക്കണം. നിങ്ങൾ ടോയ്ലറ്റിലുള്ള ചെരുപ്പ് വീട്ടിലേക്ക് ഉപയോഗിക്കരുത്. ഇതൊക്കെ പറയാൻ കാണുന്നില്ല, പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അറിയാതെ. അങ്ങനെ അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ വേറെ ചെരുപ്പ് വേണം. എന്നിട്ട് ആ ചെരുപ്പിൽ നിന്ന് നേരെ നിസ്കാരപ്പടം, ഉണങ്ങിയ സ്ഥലത്ത് നിസ്കാരപ്പടം ഇവിടെ, എന്നിട്ട് നിസ്കാരപ്പടത്തിലേക്ക് നേരെ കാലെടുത്ത് വെച്ചു. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ഈ ഈർപ്പം താഴെ തട്ടാത്ത വിധത്തിൽ ആയിരിക്കണം അവിടെ സംവിധാനം ചെയ്യേണ്ടത്. എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യണ വസുവാസമൊന്നും. ഇതിന്റെ അപ്പുറം ഓവറായിട്ട് വസുവാസ് അതും പാടില്ല. ഇസ്ലാം പറഞ്ഞ നിയമം അത്ര മതി, അതിന്റെ അപ്പുറം വേണം. ഞാൻ ചുരുങ്ങിയത് പറയാണ്, ഇതുപോലെ ശരീരത്തിൽ എപ്പോഴും വൃത്തി വേണം, വൃത്തിയോടുകൂടി നടക്കണം. അവിടെയും കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഉമ്മമാർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ, മനസ്സിലാവുന്നു. പക്ഷെ നിരന്തരം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. വല്ലാതെ മൂത്രമൊക്കെ ആയിട്ടുണ്ട്, വേഗം എന്ത് ചെയ്യണം? ആ ഡ്രസ്സ് കഴുകാൻ മാറ്റന്നെ വേണം. എന്നാൽ അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ നിസ്കരിക്കുന്നതിന് മുന്നേ അത് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം. അതല്ലെങ്കിൽ ഇന്ന് പലവിധ സംവിധാനങ്ങളുണ്ട്. കുട്ടികളുടെ മൂത്രം ശരീരത്തിലാവാത്ത വിധത്തിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ചെയ്യാം. അതൊന്നും ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ നിരന്തരം ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നു? അപ്പൊ അതിനനുസരിച്ചിട്ട് അഫുവൊക്കെ അള്ളാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു താല അത് കൂടുതൽ വിശദമായിട്ട് അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ പണ്ഡിതന്മാർക്ക് ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് സംശയങ്ങൾ മനസ്സിലാക്കി മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള ക്ലാസ്സുകൾ വേറെ ഉണ്ടാവും. ഇത് ഞാൻ മൊത്തത്തിൽ പറയാണ്. ശരീരശുദ്ധി വേണം. പിന്നെന്താണ്? പിന്നെ വേണ്ടത് ലൈംഗിക ശുദ്ധി വേണം. അത് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? സ്ത്രീ ആയാലും പുരുഷനായാലും എന്ത് വേണം? ലൈംഗിക ശുദ്ധി ആവശ്യമാണ്. വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരുടെ ഭർത്താവിനോടുള്ള ആ ഒരു ചിന്തയും ഭർത്താവ് എന്നുള്ള നിലക്കുള്ള നോട്ടവും ഭർത്താവിനോടുള്ള ആ ഇതൊന്നും വേറെ അന്യപുരുഷനുമായി ഉണ്ടാവാൻ പാടില്ല. ചാറ്റിംഗ് ആയാലും വേണ്ടില്ല, ചീറ്റിംഗ് ആയാലും വേണ്ടില്ല, ഒരു നിലക്കും പാടില്ല. ഒരു അന്യപുരുഷനെ ഒരു സ്ത്രീ തന്റെ ഭർത്താവല്ലാത്ത ഒരാളെ ലൈംഗികമായ ചിന്തയോടുകൂടി മോഹത്തോടു കൂടി നോക്കാൻ തന്നെ പാടില്ല. അല്ലാതെയും നോക്കാൻ പാടില്ല. മോഹം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശം. ഇനി മോഹത്തോട് കൂടിയല്ലാതെ നോക്കാൻ പറ്റില്ല, പറ്റില്ല. മനസ്സിലാവുണ്ടോ? കുടുംബക്കാർ വന്ന് പെട്ടെന്ന് കണ്ടു, അങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നു? കാര്യത്തിലൊക്കെ സംസാരിക്കാതെ കഴിഞ്ഞു പോകും. പക്ഷെ വളരെ ശ്രദ്ധിക്കണം. മോഹം ഉണ്ടാവാൻ പാടില്ല. ലൈംഗികമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു പുരുഷനാണെങ്കിൽ അന്യ സ്ത്രീകളെ, തന്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയെ ലൈംഗികമായ ഒരു മോഹം അവളോട്
മനസ്സിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല. നോക്കലൊക്കെ പിന്നെയാണ്, മനസ്സിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല. ആ ചിന്ത വെച്ച് പുലർത്താൻ പാടില്ല. അതാണ് ലൈംഗിക ശുദ്ധി എന്ന് പറഞ്ഞ അതിനോട് ബന്ധപ്പെട്ട ഏത് കാര്യവും വിലക്കപ്പെട്ടതാണ്. അതിനോട് ബന്ധപ്പെട്ട ഏത് കാര്യവും വിലക്കപ്പെട്ടതാണ്. നോട്ടം വിലക്കപ്പെട്ട, മോഹത്തോട് കൂടിയിട്ടുള്ള നോട്ടവും സ്പർശനം പറയും വേണ്ടല്ലോ. കലർന്ന അവസ്ഥ, ആണും പെണ്ണും കൂടി ഇടകലർന്നിട്ടുള്ള സംഗീത സദസ്സുകളായാലും വേണ്ടില്ല, അല്ലാത്ത സദസ്സുകളായാലും വേണ്ടില്ല, വിജ്ഞാന സദസ്സുകളായാലും വേണ്ടില്ല, ഏത് സദസ്സുകളും ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ളത് ഉണ്ടാവാൻ പാടില്ല. അവിടെയൊക്കെ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു തആല അങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാലും നമ്മൾ മനസ്സ് സൂക്ഷിക്കണം. ഇവിടെ പറയാനുള്ളതാണ്. മറ്റുള്ളവർ പലർക്കും പലതും പറയാനുണ്ടായിരിക്കാം. കോളേജിൽ പോയാൽ എന്ത് ചെയ്യും ഉസ്താദേ, സ്കൂളിൽ പോയാൽ എന്ത് ചെയ്യും ഉസ്താദേ, അവിടെ എന്താണ് പറയാ, പെൺകുട്ടികൾക്കാണെങ്കിൽ പുരുഷന്മാരാണല്ലോ ക്ലാസ് എടുക്കുന്നത്, ആൺകുട്ടികൾക്കാണെങ്കിൽ സ്ത്രീകളാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് ഉസ്താദേ, വനിതാ പോലീസ് തടഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും ഉസ്താദേ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ കൂടിയുള്ള ഒറ്റ ഉത്തരാണ് പറയാൻ, ലൈംഗിക ശുദ്ധി ഉണ്ടാകും. മോഹത്തോടു കൂടി അങ്ങനത്തെ ഘട്ടങ്ങളിൽ പോലും നിന്റെ ഭാഗത്ത് ഒരു മോഹം വരുന്ന വിധത്തിൽ ഒരു മോഹത്തോടു കൂടി ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. പുരുഷനാണെങ്കിൽ സ്ത്രീകളോട്, സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാരോട് ലൈംഗികമായിട്ടുള്ള ഒരു ചിന്തയോ നോട്ടമോ സ്പർശനമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടാൻ പോലും പാടില്ല. ഒരു പുരുഷൻ അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടരുത്, ഒരു സ്ത്രീ അന്യ പുരുഷനുമായി ഒറ്റപ്പെടാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്ത് കൊടുത്ത സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅത്തൽ മുഅ്മിനാത്തു യുബായിഅനക അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളായ സ്ത്രീകൾ വന്നാൽ നബിയെ തങ്ങൾ ബൈഅത്ത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസനീകളായ സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ബൈഅത്ത് ചെയ്തു കൊടുത്തു. ആ ബൈഅത്ത് സ്ത്രീകൾ വരുന്നു, ബൈഅത്ത് ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ടാണ് ബൈഅത്ത് ചെയ്തു കൊടുത്തത്. പുരുഷന്മാർക്ക് അല്ലാഹുവിന്റെ ശേഷം ബുഖാരിയിൽ കാണാൻ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകൾ ബൈഅത്ത് ചെയ്തതുപോലെ പുരുഷന്മാരെ നിങ്ങളും ബൈഅത്ത് ചെയ്യുക. അതിനുശേഷം പുരുഷന്മാർക്ക് ബൈഅത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പുരുഷന്മാർക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കുമ്പോൾ കൈ കൊണ്ട് മുസാഫഹത്ത് ചെയ്തിട്ടാണ് ബൈഅത്ത് ചെയ്തു കൊടുത്തത്. അപ്പോ സ്ത്രീകൾ ശേഷം ബൈഅത്ത് ചെയ്തു കൊടുക്കുന്നത്, ബൈഅത്ത് ചെയ്തു കൊടുത്തപ്പോൾ ചില സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഹദീസിലുള്ളതാണ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ മുസാഫഹത്ത് ചെയ്യട്ടെയോ? ഞങ്ങൾക്ക് ഇങ്ങനെ മുസാഫഹത്ത് ചെയ്ത് ബൈഅത്ത് ചെയ്യുമ്പോൾ മുസാഫഹത്ത് ചെയ്യട്ടെയോ? അല്ലാഹുവിന്റെ റസൂലെ, തങ്ങളെ കൈ പിടിക്കട്ടെയോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു അന്യ സ്ത്രീയുമായിട്ട് മുസാഫഹത്ത് ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്ത്രീകളുമായിട്ട് നാം മുസാഫഹത്ത് ചെയ്യുകയില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തില്ല? സ്ത്രീകൾക്ക്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ പ്രവാചകരാണ്, അവർക്കൊരു മോഹം പോലും പെണ്ണ സ്ത്രീകളോട് ഉണ്ടാവില്ല. എന്നിട്ട് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുമ്പോൾ വരെ കൈ എന്ത് ചെയ്തിട്ടില്ല? ഒരു സ്ത്രീയുടെയും കൈ റസൂൽ എന്ന് പിടിച്ചു. ഇന്നിപ്പോ എന്താ? വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ആളുകൾക്ക് അതൊരു വിഷയമില്ല. വിവരമുള്ള ആളുകൾ വരെ സ്ത്രീകൾ പോയിട്ട്, സ്ത്രീകൾ ഇനി അയാൾ കൈ കിട്ടിയില്ല, അയാൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഈ ആളെടുത്ത് അല്ലെങ്കിൽ ഈ ഉസ്താദിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ മൗലവിന്റെ അടുത്ത് ഒരു സ്ത്രീ ഇങ്ങോട്ട് കൈ വന്നാൽ നേരായിട്ട് കൈ കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾക്ക് എന്താ പറയുക, നമ്മൾ മുസ്ലിമുകളിൽപ്പെട്ട രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കാണ്, ജനങ്ങളുമായി വിഷ് ചെയ്യണം, നല്ലൊരു സ്വഭാവം ഉണ്ടാക്കണം, ആളുകളുമായിട്ട് നല്ല മിങ്കിൾ വേണം, കൈയൊക്കെ കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ വന്നിട്ട് കൈ കൊടുക്കുകയാണ്. എന്താണ്? കുട്ടികളല്ലേ വെച്ചിട്ടാണ്. അപ്പൊ ഈ ആളും കൈ കൊടുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പമുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വലുതായാലും ഇതേ ശീലം അവർ തുടങ്ങി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നോക്ക്, സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകൾ. ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചിരുന്നല്ലോ. 10 വർഷത്തോളം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ച ആളാണ് ഞാൻ. ബിഎഡ്, പിജിയും ബിഎഡ് ഒക്കെ ഉള്ള ആളാണ്. അറബിക്ക് ബിഎഡ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. മനസ്സിലാണ്. ഇപ്പോൾ പ്രബോധനത്തിൽ എന്റെ ഷെയ്ഖ് അതിന് പൂർണ്ണമായും മുഴുകാൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിന് സാധിക്കാതെ ഉത്തരവാദിത്തമുള്ള ജോലിയാണത്. അതുകൊണ്ട് കുട്ടികൾ കാണും എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള സ്വഭാവമാണ്. നേരണ്ട് വരെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കും. ഉഷാറായിക്കണ് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി നിങ്ങൾ പാടിയത് ഉഷാറായിക്കണ്,
ഫസ്റ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടിയാൽ അനുമോദനവുമായി വരും. അധ്യാപകരായാലും വിദ്യാർത്ഥികളും പരസ്പരം കൈ കൊടുത്തിട്ടില്ലെങ്കിൽ കൈ കൊടുക്കുന്നത് ഒരു അവസരമാണ് അവർ കൈ കുടിക്കാൻ. ഞാൻ ഉപദേശിക്കാറുണ്ടായിരുന്നു, നമ്മൾ ആ വിഷയത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലാതെ ഒരു കർശനായിട്ട് ചെയ്യലടാ ഇങ്ങനൊന്നും ചെയ്യൂല. അതെ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് മാറും ചെയ്യുന്നു. വേണ്ട വിധത്തിൽ അവർക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് മാറും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്റെ പ്രിയമുള്ളവർ, മനസ്സിലാവുണ്ട്. അല്ലെങ്കിൽ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടും. അപ്പോൾ വ്യഭിചാരങ്ങളൊക്കെ പോകും. തുടക്കത്തിൽ മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം, പിന്നെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, പിന്നെ കൈകളെ കൊണ്ടുള്ള വ്യഭിചാരം, പിന്നെ അത് വർദ്ധിച്ച് അവസാനം രഹസ്യഭാഗങ്ങൾ വ്യഭിചരിക്കും. അങ്ങനെ തുടക്കം മുതൽ തന്നെ മാറ്റി. ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോലും പോകരുത് എന്ന് പറയുന്നത്. വ്യഭിചാരം നടക്കുമ്പോൾ അടുക്കാൻ പാടില്ല, പ്രതികൂടെ പോയി അത് അടുക്കാൻ പാടില്ല. പക്ഷെ എന്റെ ഉദ്ദേശം വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഒരു പെരുമാറ്റമോ ഒരു മിംഗ്ലിങ്ങോ നമ്മൾ ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ ഗൾഫിലായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ടാവും, അധികവും വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മത്സ്യവില്പനക്കാരൻ, മത്സ്യം വിൽക്കുന്ന ആളുകൾ, ഇവരായിട്ടൊക്കെ സ്ത്രീകൾക്ക് വല്ലാത്ത ബന്ധം. മത്സ്യവില്പനക്കാരൻ എല്ലാവർക്കും പറഞ്ഞു അവരുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഭർത്താവിന്റെ വിശേഷം എന്താ, മറ്റു മോന്റെ എന്തായി, അതായി ഈ വിൽക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ വേറെ സ്ത്രീകളെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അതിന്റെ മറയിലെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ പിന്നെ അത് എന്ത് ചെയ്യും, കഴിയണ പരമാവധി നമ്മൾ തന്നെ പുരുഷന്മാരെന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. സാധിക്കുന്നില്ലേ, അതിന്റെ മറയും അത് എങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിന് അടിസ്ഥാനമായി, ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുമ്പോൾ പുതിയൊരു നിയമം എന്നുള്ള അങ്ങനെ ഒന്നല്ല. ഇസ്ലാം നിയമം ഉണ്ടാക്കുന്നത് ബെടക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ഇസ്ലാമിനെ കർശനാക്കല്ല. അപ്പൊ ആദ്യം എന്ത് വേണം, ഈ നമ്മളെ ഭാര്യ അവൾക്ക് ഒരു തിന്മയിലേക്ക് പോകുന്നത് തടയാനുള്ള വിധത്തിലുള്ള മോട്ടിവേഷൻസ് മാത്രമല്ല, അതിനെങ്ങനെ അത് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മത്സ്യവില്പനക്കാരൻ വന്നു കഴിഞ്ഞാൽ മത്സ്യം വാങ്ങുമ്പോൾ അവൻ വ്യഭിചാരത്തിലേക്ക് അവന്റെ കണ്ണോ കൽബോ പോകുന്ന വിധത്തിൽ നീ പ്രത്യക്ഷപ്പെടാ, നിന്റെ ശരീരമോ നീയോ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ ഇല്ലാത്ത വിധത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ആ വിൽപ്പന എങ്ങനെ അവനിൽ നിന്ന് അത് വാങ്ങാൻ പറ്റും, അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സാഹചര്യത്തിനനുസരിച്ച് അങ്ങാടിയിലേക്ക് പോവാണെങ്കിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഭാര്യ പാപത്തിലേക്ക് വിടാൻ പാടില്ല. വീട്ടിൽ പെയിന്റ് പണി നടക്കുകയാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടില് സ്ത്രീകൾ മാത്രം അവിടെ നിർത്തി കണ്ട് അന്യപുരുഷന്മാര് യുവാക്കളെ കയറി ഇറങ്ങുന്നത് പെയിന്റ് പണി നടക്കുന്നത്, അതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? പോവാണ്, യാത്ര ചെയ്യാണ്, ഓട്ടോറിക്ഷക്കാരനായിട്ട് സംസാരിച്ചു, പിന്നെ ഓട്ടോറിക്ഷക്കാരുടെ കൂടെ ഓടി പോവാണ്. ഇനി ഓട്ടോറിക്ഷക്കാരുടെ കൂടെ പോയി ഓട്ടോറിക്ഷ അവിടെ നിർത്തി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷക്കാരനെ ഒഴിവാക്കി പിന്നെ വർക്ക്ഷോപ്പുകാരനായിട്ട് ലോക്കിയായിട്ട് പോവാണ്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ, ഞാൻ എന്റെ അടുത്ത് പറയണല്ലോ, സോഷ്യൽ മീഡിയ വരുന്നതല്ലേ. എന്തുകൊണ്ടാണത്? തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അത് നുള്ളി പോയി ഒഴിവാക്കിയില്ല. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നുള്ളി ഒഴിവാക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീടുകള്, വിദ്യാലയങ്ങള്, അവിടെ നമ്മളുടെ പെൺകുട്ടികള് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര്, നമ്മളോട് ബന്ധപ്പെട്ട നമ്മുടെ പെങ്ങന്മാര്, ഇവർക്ക് അന്യപുരുഷന്മാരോട് ഒരു മോഹം വരുന്ന ലൈംഗികമായിട്ടുള്ള ഈ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുന്ന ലൈംഗികമായ ചിന്ത വരുന്നതായ ഒരു അവസരങ്ങൾ ഉണ്ടാക്കാവാത്ത വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ല സ്കൂളിലും കോളേജിലുള്ള ആളുകളല്ല, അവരല്ല. മനസ്സിലായി? അവരുടെ അടുത്ത് പോയിട്ടും കാരണം മേക്കട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല. സ്കൂളിലത്തെ അഡ്മാഷോടും പ്രിൻസിപ്പാളും സുംബ ഡാൻസിന്റെയും അതിന്റെ ഇതും പറഞ്ഞ് മേക്കട്ട് കയറല്ല. നമ്മളെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മളെ കുട്ടികൾ സ്വന്തമായിട്ട് ആ തിന്മയിൽ മാറുന്ന ഒരു അവസ്ഥ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള എല്ലാ എവിഡൻസും ഇസ്ലാമിന്റെ മതത്തിലുണ്ട്. ഇസ്ലാം മതത്തിലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷെ അതിന്റെ മട്ടത്തില് പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ആചാര്യന്മാരിലേക്ക്, ഷെയ്ഖുമാരിലേക്ക്, ആരിഫീങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണില്ല? നമ്മളെ കുട്ടികളെ എത്തിക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ക്ലാസ് അവർക്ക് എത്തിക്കുന്നില്ല, അവരുടെ തെർബിയത്ത് ശിക്ഷണം അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ചുരുക്കാണ്, ലൈംഗിക ശുദ്ധി ഉണ്ടായിരിക്കണം.
ത്വഹാറത്ത് ശുദ്ധി, എന്താണ് ആ ശുദ്ധി? ലൈംഗിക ശുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തആല അനുവദിച്ചതുമായ കാര്യത്തിൽ മാത്രം തന്റെ ലൈംഗികതയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിന് ശുദ്ധിയാവും. ഓക്കെ. മൂന്നാമത്തത്, ഇത് വലിയൊരു വൈഡായതാണ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതിനിപ്പോ ഇത് ഉപയോഗിച്ചിട്ട് വേറെ നെഗറ്റീവ് ചിന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നത് കാണാം. അത് അവരെ ഇഷ്ടം. നമ്മൾക്കിത് ഇതിൽ കഷ്ടപ്പാടൊന്നുമില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തർ സ്വന്തം സൂക്ഷിച്ചു പോകാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഓരോരുത്തർക്കും പറ്റും. എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികൾക്ക് പറ്റൂത്, ആൺകുട്ടികൾക്ക് പറ്റൂത്. അങ്ങനെ നമ്മൾ ഇസ്ലാമിൽ ആ വിധത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഉണ്ടാക്കി തരുന്നത്. ആ തിന്മയിൽ നിന്നൊക്കെ മാറിക്കാൻ നമുക്ക് പറ്റും. ആദ്യം നമ്മൾ ഉള്ളാണ് ശരിയാക്കുന്നത്. നമ്മൾ പുറത്ത് നമ്മൾ മുഖത്ത് നിക്കാബിട്ട് മുഖമറിട്ട് പെൺകുട്ടികൾ പർദ്ദൊക്കെ ധരിച്ച് ശരീരമൊക്കെ ഉഷാറായി. ഓക്കെ, അതുകൊണ്ട് അന്യ പുരുഷന്മാര് രക്ഷപ്പെടും. അവർ പാപം നിങ്ങളെ മോഹിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ നിങ്ങളെ ഉള്ളില് നിക്കാബിട്ടാലാണ്, ഉള്ളില് പർദ്ദ ധരിച്ചാലാണ് നിങ്ങള് പാപങ്ങളെ തൊട്ട് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റും. അത് മനസ്സിലാക്കി. പുറമെ ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, ഉള്ളാണ് ശുദ്ധിയാവേണ്ടത്. നിങ്ങളെ ഉള്ളു ശുദ്ധിയായി കഴിഞ്ഞാൽ നിങ്ങളെ ഉള്ളിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനാണ് മഹത്വം വന്നത് എങ്കിൽ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും വല്ലാത്ത താല്പര്യവും ഇഷ്ടമാണ് നിങ്ങളെ മനസ്സിൽ വന്നതെങ്കിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു പാപങ്ങളെ തൊട്ട്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ, അല്ലെ? അങ്ങനെ എത്രയോ ആളുകളുണ്ട്, അല്ലെ? വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പാപങ്ങളോട് രക്ഷപ്പെടാൻ പറ്റും. കാരണം അതൊന്നും നിങ്ങൾക്കൊരു വിഷയമായി മാറും. അപ്പൊ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഗാംഭീര്യവും ആ മഹത്വവും ആ സ്നേഹവും വളർത്തിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനും ഹദീസും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ തയ്യാറാണ്. അള്ളാഹുവിനെയും റസൂലിനെ അറിയാൻ തയ്യാറാണ്. മനസ്സിലാവണം. പുതിയ അറിവൊന്നും വേണ്ട, ഖുർആനിൽ പറഞ്ഞ അറിവുണ്ട്. പക്ഷെ അത് ആർജിച്ചെടുത്ത് നേരാവണ്ണത്തെ ആർജിച്ചെടുക്കണമെന്ന് മാത്രം. അത് ശൈഖന്മാരാണ്, ആരിഫീങ്ങളായ മഹാന്മാരാണ്, മുറബിയായ മശൈഖന്മാരാണ്. മനസ്സിലാവുണ്ട. സിൽസില നൂരിയയിലുള്ള അവരുടെ ശൈഖന്മാരുടെ തെർബിയത്തിന് കീഴിൽ വളർന്നുകൊണ്ട് ആ ശൈഖന്മാരിൽ നിന്ന് അള്ളാഹിനെ സംബന്ധിച്ച് പഠിച്ചെടുത്ത ആളുകൾ സിൽസില നൂരിയയിൽ. മറ്റുള്ളവരുണ്ടോ നമുക്ക് അറിയേണ്ട കാര്യം. സിൽസില നൂരിയ ആരിഫിയുടെ കാര്യം. അങ്ങനത്തെ ആളുകളുമായി അവരിൽ നിന്നും അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹിനോട് ഹുബ്ബ് കൂടാ ചെയ്യും. വല്ലാത്ത ഹുബ്ബായിരിക്കും അല്ലാഹ്. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ റസൂലിനോടും വല്ലാത്ത ഹുബ്ബായിരിക്കും. അവ പാപങ്ങളൊക്കെ വിഷയമായിരിക്കും. ഓക്കെ. മൂന്നാമത്തത് എന്താണ്? ആത്മീയ ശുദ്ധി ഉണ്ടായി. ആത്മീയ ശുദ്ധി ഉണ്ടായി. അതെന്താ ആത്മീയ ശുദ്ധി എന്ന് പറയുന്നത്? ആത്മീയ ശുദ്ധി എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അസൂയ, ഒജ്ബ്, പൊങ്ങച്ചം, ഉൾനാട്യം, പിന്നെ ലോകമാന്യത, ജനങ്ങളുടെ അടുത്ത് പ്രശംസ ആഗ്രഹിക്കുക. ജനങ്ങളെ പ്രശംസ ആഗ്രഹിക്കലാണ്. ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളെ പ്രശംസ കിട്ടാനുള്ളതൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതിനായി റിയ എന്ന് പറയും. സുമാത്ത്, ഞാൻ നല്ലോനാണെന്ന് നേരിട്ടല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ നമുക്കൊരു ഹരം. എങ്ങനെയായാലും ഞാൻ ഒരാൾ വന്ന് പറയും നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ആള് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു നല്ല ആളാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കും. സുമാ വേറെ ആള് പറഞ്ഞു. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് പോണം. ഇതെല്ലാം പോണം. ഇതൊക്കെ അശുദ്ധിയാണ്, ഹൃദയത്തിന്റെ അശുദ്ധികളാണ്. മനസ്സിലാവുന്നു? ഹൃദയത്തിന്റെ അശുദ്ധികളാണ്. ഇതൊക്കെ പോകണം. കിബറ്, ഉജ്ബ്, ഹസദ്, സുമഅത്ത്, റിയാ, ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള ആഗ്രഹം, ഹുബ്ബുൽ ജാഹ്, സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി, താല്പര്യം, ഇതെല്ലാം പോകണം. അതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? തൗഹീദിന്റെ ഇൽമ് ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹിനെ സംബന്ധിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നു. അള്ളാഹിനെ അറിഞ്ഞാൽ ഇതൊക്കെ നീങ്ങും ചെയ്യും. മാത്രമല്ല അപ്പൊ ശുദ്ധീകരണം എളുപ്പമാവും ചെയ്യും. ദുനിയാവുള്ള മഹബത്തും ദുനിയാവുള്ള താല്പര്യവും പ്രശസ്തിയുള്ള താല്പര്യമൊക്കെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലോകത്ത് സ്ഥാനവും, ഇതുകൊണ്ടൊക്കെയാണ് ഉപകാരം ഉണ്ടാവുന്നത് മനസ്സിലാക്കിക്കൊണ്ട്. ശരി, യഥാർത്ഥത്തിൽ ഉപകാരം ഉപദ്രവം ചെയ്യാൻ സ്വയം ശക്തി, അതിനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള തൗഹീദ് അറിഞ്ഞാൽ പോരാ. അത് ഒരു അനുഭവമായി മാറിക്കഴിഞ്ഞാൽ അതൊക്കെ പോകും. അതിന് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ആളുകളെ പിടിക്കണം. അത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഔലിയാക്കള്, ആരിഫീങ്ങൾ, നേരത്തെ പറഞ്ഞ ആളുകൾ. അങ്ങനെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചോ, അത്രേ ഉള്ളൂ. നമ്മളെ അനുഭവം പറയാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നാലിന്റെ ഉസ്താദിലുണ്ട്, ഇന്നാലിന്റെ പണ്ഡിതരിലുണ്ട്, ഇന്നാലിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളിലുണ്ട്, ഇന്നാലും മുജാഹിദ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, പേരെന്ത് പറഞ്ഞാലും ശരി. ഇതാണ് കിട്ടേണ്ടത്. ഇതാണ് അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പേരെന്ത് വിട്ടാൽ ഈ സാധനം മനസ്സിലാവുന്നു. ഇതൊക്കെ പോണം.
ഇത് ഞാൻ വെറുതെ പറയണതല്ല. അള്ള ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞ ഞാൻ വെറുതെ പറയല്ല. അള്ളാഹും റസൂലും പറഞ്ഞു എന്നാണ്. പരിശുദ്ധ ഖുർആൻ അല്ല പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. തീർച്ചയായും അല്ലാഹു തആല യുഹിബ്ബുത് തവ്വാബീന, ധാരാളം തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. കണ്ട, വെറുതെ പറയുന്നു. വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശുദ്ധിയുള്ളവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. ഈ മുത്തത്വഹിരീൻ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. തഫ്സീറിലൊക്കെ മഹാന്മാര് പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിച്ച് മുത്തത്വഹിരീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്തല്ല, ആ ത്വഹാറത്ത്, ആ ശുദ്ധി എന്ന് പറയുന്നത് ലൈസത്ത് മിനൽ മാഇ, അത് വെള്ളത്തിൽ നിന്നുള്ള ശുദ്ധീകരണമല്ല ഉദ്ദേശിക്കുന്നത്. ആ ത്വഹാറത്ത് ഉദ്ദേശിക്കുന്നത്, ആ ശുദ്ധിയുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ത്വഹാറത്തു മിനദ്ദുനൂബി, പാപങ്ങളിൽ നിന്നും ശുദ്ധിയാവരാണ്. അൽ മുത്തത്വഹിറൂൻ മിനദ്ദുനൂബി, പാപങ്ങളിൽ നിന്നും ശുദ്ധിയായവരാണ്. ലൈസ മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന് ശുദ്ധിയായവരല്ല എന്നൊക്കെയുള്ള ഹദീസുകൾ കാണാൻ സാധിക്കും. വെറും വെള്ളം കാണാം. കാരണം നമ്മള് ഇതന്നെയാണ് ഇതിനു ശേഷവും നമ്മൾക്ക് ഒതുകൊടുത്തതിന് ശേഷം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം അത് സ്മരണീയമാണ്. ഒതുകൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കലിമ ചൊല്ലി കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന, എന്നെ നിങ്ങൾ അല്ലാഹുവേ നീ എന്നെ ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണമേ. ഐ മിനദ്ദുനൂബി, പാപങ്ങളിൽ നിന്നും ശുദ്ധിയായവരാണ്. മറ്റതുണ്ട്, ഓക്കെ, അത് മാത്രല്ല, പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായ. ഏതാ പാപം? ഏറ്റവും വലിയ പാപം ശിർക്കാണ്. മനസ്സിലാവുണ്ട? അള്ളാന്റെ കൂടെ വേറെ ആൾക്കാരും എന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ അള്ളാന്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട് എന്നുള്ളത്. അള്ളാന്റെ കൂടെ ആരും എന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ അള്ള മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ മാധ്യമങ്ങൾ മാത്രമാണ്. കാര്യകാരണ ബന്ധങ്ങളും മാധ്യമങ്ങളും അള്ളാക്കിയതാണ് സൃഷ്ടികൾ. അല്ലാതെ വേറൊന്നും അല്ല എന്റെ ആവശ്യം. അവിടെ നിൽക്കണം. അത് ശരിക്കും മനസ്സിലാക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മനസ്സിലായോ? അല്ലാതെ മരണപ്പെട്ടവരിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അവരൊന്നും ചെയ്യൂല. പക്ഷെ ജീവിച്ചിരിക്കുന്നവർ അള്ളാന്റെ കൂടെ വേറെ കുറെ ഇതൊന്നും പറ്റൂല. മരണപ്പെട്ടവരായാലും ശരി, ജീവിച്ചിരിക്കുന്നവരായാലും ആരെയും അള്ളാഹുവിന്റെ കൂടെ എന്ത് ചെയ്യാൻ പങ്കെടുക്കണം. പിന്നെ പാപങ്ങൾ ഏതാണ്? കിബർ, ഹസദ്, അതായത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദുസ്വഭാവങ്ങളെല്ലാം പാപങ്ങളാണ്. ഈ ദുസ്വഭാവങ്ങൾ മാറിയാൽ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ കളവ് പറയാ, ദീപത്ത് പറയാ, നമീമത്ത് പറയാ, ദുലുവജീനിയാവ, ഇരട്ടമുകളുള്ളവനാവൻ, പിന്നെന്താണ് പറഞ്ഞത്? വ്യഭിചാരം, സ്വവർഗ, ഇതെല്ലാം മോഷ്ടിക്ക, ഇതെല്ലാത്തിലും രക്ഷപ്പെടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ ആദ്യം എന്ത് വേണം? ഈ വലിയ പാപത്തിന് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ശേഖന്മാരുടെ സദസ്സിൽ പങ്കെടുക്കുക. അവരെ ശിക്ഷണത്തിൽ ബൈഅത്ത് ചെയ്ത്, അവരുടെ ശിക്ഷണത്തിൽ നിന്ന് വെറും ബൈഅത്ത് ചെയ്തുകൊണ്ട് മതിയാക്കല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു ആത്മീയ ഗുരുവുമായിട്ട് ബൈഅത്ത് ചെയ്താൽ മാത്രം പോരാ, അവരിൽ നിന്നും നിങ്ങൾ ശിക്ഷണം കരസ്ഥമാക്കി ഇതൊക്കെ ഒഴിവാക്കാനുണ്ട്. അത് സിൽസില നൂരിയ ആരിഫിയല്, ഈ അതായത് ചിശ്തി ഖാദിരി ത്വരീഖത്ത്, അത് നമ്മുടെ മശായഖന്മാര്, സിൽസില നൂരിലെ മശായഖന്മാർ കൃത്യമായിട്ട് അതിനുള്ള ശിക്ഷണങ്ങളും ക്ലാസ്സുകളും എല്ലാം കൊടുക്കും. അത് ആ തെർബിയത്തിൽ നിൽക്കുന്നവർക്ക് അതിന്റെ മാറ്റമുണ്ട്. അല്ലാത്തവരെ നമുക്ക് പറയാൻ പറ്റില്ല. ബൈഅത്ത് ചെയ്തത് കൊണ്ട്, സിൽസില നൂരിയയിൽ ബൈഅത്ത് ചെയ്തു അതുകൊണ്ട് ഓന് അങ്ങനെ ആയെന്ന് നമ്മൾ പറയാൻ അവകാശവാദില്ല. അത് പറ്റൂല, അങ്ങനെ ആവൂല്ല. അതിന് അവരുടെ ഗുരുവിന്റെ ശിക്ഷണത്തിൽ നിൽക്കും വേണം, അവർ പറഞ്ഞമാര് നീങ്ങും വേണം. അതിനെ പറ്റും. ഓക്കെ, പറഞ്ഞു വരുന്നതാണ് അത് ഖൽബിയായിട്ടുള്ള ശുദ്ധിയും ഉണ്ടായിരിക്കും. അങ്ങനെ ആവുമ്പോഴാണ് അത് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ ഈ വെള്ളം കൊണ്ട് നമ്മൾ ഓതെടുത്ത് ശുദ്ധിയായി, ചെറിയ ശുദ്ധിയായി, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കുളിച്ചിട്ട് അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധിയായിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു അഹങ്കാരിയായ മനുഷ്യൻ അയാൾ ഒതെടുത്തുകൊണ്ട് അത് ഇഷ്ടപ്പെടുകയായിരിക്കും. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി. അപ്പൊ ഏത് ശുദ്ധിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അപ്പം ആ ശുദ്ധിയും വേണം, എന്നാ ഈ ശുദ്ധിയും വേണം, രണ്ടും വേണം. ഇതാണ് ത്വഹാർ. അപ്പൊ എന്താണ്? അതാണ് പറയുന്നത്, ഈ അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ ദ്വാരക്കം പഠിപ്പിച്ചു തന്നിട്ട്, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അള്ളാഹുവേ, സ്വാലിഹീങ്ങളായ അടിമകളിലേക്ക് എന്നെ നീ ആക്കുകയും ചെയ്യണമേ. അതാണ് മൂന്നാമത്തത്. അഹ്മാലു സ്വാലിഹാത്ത്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ മൂന്നാമതാണ് അഹ്മാലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു വലിയ ഇഷ്ടമാണ്. അതിൽ
ഒന്ന് അള്ളാഹുവിനോടുള്ള സൽക്കർമ്മ ഹുക്കൂക്കുകൾ, അള്ളാഹുവിനോടുള്ള ഹക്ക്. സൽക്കർമ്മങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക്, രണ്ട് ഹുക്കൂഖുൽ ഇബാദ്, അള്ളാഹിന്റെ അടിമകളോടുള്ള ഹക്ക്. മനസ്സിലാവുണ്ടോ? അള്ളാഹു താലാന്റെ അടിമകളോടുള്ള ഹക്ക്, അള്ളാഹിനോടുള്ള കടപ്പാടുകളിൽ ഏറ്റവും ഉയർന്ന കടപ്പാട് ഏതാണ്? നേരത്തെ പറഞ്ഞത് തന്നെ, എന്ത്? തൗഹീദ്, ഈമാൻ. അതാണ് ഫസ്റ്റ്. അതാ പറഞ്ഞ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. ശിർക്കിന്ന് ഒഴിവാകാൻ, ശിർക്കിന്ന് ഒഴിവായാലേ ശരിക്കുള്ള പൂർണ്ണ ഈമാന് വരും. അതായത് അവന്റെ പരിപാലകനായിട്ടും അവന്റെ എല്ലാമായിട്ട് അവന്റെ എല്ലാത്തിനുള്ള രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ, വിഷമം വന്നാൽ അത് മാറ്റുന്നവൻ, ജോലി നൽകുന്നവൻ, ഗുണം നൽകുന്നവൻ, ബർക്കത്ത് നൽകുന്നവൻ ഒക്കെ അല്ല. ഓന്റെ ആവശ്യം നിറവേറ്റാൻ അല്ല മാത്രമേ ഉണ്ടാവുന്നു. അതിന്റെ കൂടെ ഒരാളുണ്ടാവും. ലാ ഇലാഹ. ആ നിലക്ക് ഉന്നതമായ ഈമാൻ ഉണ്ടായിരിക്കണം. ആ ഈമാൻ ഉണ്ടായാൽ എന്താ ഉണ്ടാവല്? ഇവന്റെ കാര്യങ്ങൾ വരുമ്പോ ഒരു അള്ളാഹിനെ ഏൽപ്പിക്കും, വരമേൽപ്പിക്കുന്ന ഒരു മുത്തവക്കിലായി മാറുവൻ. കാരണം ഓനക്ക് അല്ലല്ലാതെ വേറെ ആളും ചെയ്തു തരാനില്ല. ഇനിയിപ്പോ ഓന്റെ കാര്യം അള്ളഹാനോട് പറയേണ്ട കാര്യമുള്ളൂ. ആരോട് പറഞ്ഞാലും അള്ള ഉദ്ദേശിച്ചില്ലെങ്കിൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റും. സംഭവം അള്ളാഹു താല സൃഷ്ടികളിലൂടെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കും. അതുകൊണ്ട് എല്ലാം അവന് പറയാനുള്ളത് എല്ലാം ഏൽപ്പിക്കാനുള്ള അള്ളഹാനോട്. ഈ ഈമാനാണ് ആദ്യമായിട്ടുള്ള സൽക്കർമ്മം. ഈ സൽക്കർമ്മം ഇല്ലാതെ ഇനി എന്തായാലും സൽക്കർമ്മം ആവൂല. ഈമാൻ ഇല്ലാതെ എന്ത് വന്നാലും അള്ളാഹിന്റെ അടുക്കാതെ സൽക്കർമ്മല്ല, ജനങ്ങൾക്ക് ആവാം. അള്ളാഹിനോടുള്ള വിശ്വാസം ശരിയാവാതെ ചെയ്ത ജനങ്ങൾക്ക് എന്തുണ്ടാവാം? സൽക്കർമ്മമായിട്ടുണ്ടാവാം. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ എന്തില്ല? സൽക്കർമ്മല്ല. മനസ്സിലാവുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ അടുക്കൽ സൽക്കർമ്മമാണെങ്കിൽ ഈമാൻ ആവശ്യമാണ്. പിന്നെയുള്ളത് എന്താണ്? സൃഷ്ടികളോടുള്ള, ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം കാരണം മറ്റുള്ള എല്ലാവർക്കും അറിയാൻ ഇഷ്ടംപോലെ ഉണ്ട്. സൃഷ്ടികളോടുള്ള സൽക്കർമ്മങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അതായത് സൃഷ്ടികളോട് ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങൾ, ഹുക്കൂഖുൽ ഇബാദ്, അള്ളാഹിന്റെ അടിമകളോടുള്ള ഹുക്കൂക്കുകൾ, അതിൽ പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കണം. പുരുഷനാണെങ്കിൽ അവന്റെ ഉമ്മ, അവന്റെ ഉപ്പയോടുള്ള സൽക്കർമ്മങ്ങൾ, ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങൾ. പിന്നീടോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അവന്റെ സ്വന്തം ഭാര്യയോടും അവന്റെ സന്താനങ്ങളോട്. ഇതിൽ പുരുഷൻ വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ രണ്ടെണ്ണം, ഒന്ന് ഉമ്മ, ഉപ്പ. അതാണ് ആദ്യം. അള്ളാഹുവിന് എതിരായിട്ടുള്ള കാര്യത്തിൽ അവരനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അള്ളാഹുവിന്റെ എതിരായ കാര്യങ്ങൾ അവരിൽ നിന്ന് വന്നാലും ശരി, അവരെ ശുശ്രൂഷിക്കുകയും അവരോട് ചെയ്യേണ്ട കടപ്പാടുകളും ആദരവും സ്നേഹവും എല്ലാം നിലനിർത്തുകയും ചെയ്യണം. അള്ളാഹ്ക്ക് വേണ്ടി അവരെ സ്നേഹിക്കും. അവരെന്റെ ഉമ്മയായതുകൊണ്ട് സ്നേഹിക്കും, ഉപ്പയായതുകൊണ്ട് സ്നേഹിക്കും. ഭാര്യ രണ്ടാമതാണ്. അവൻ ആദ്യം തന്റെ ഉമ്മയെ ഉപ്പയാണ് നോക്കുന്നത്. മനസ്സിലായി? പക്ഷെ ഉമ്മയും ഉപ്പയും ഭാര്യയുള്ള കടപ്പാടുകളിൽ അള്ളാഹുവിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, കൽപ്പിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഉമ്മനെ ഉപ്പനെ അനുസരിക്കേണ്ട. ഭാര്യയോർക്ക് ചെയ്യേണ്ട കടപ്പാട് ചെയ്യാൻ തന്നെ വേണം. അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണ്ട, അവൾക്ക് ഭക്ഷണം കൊടുക്കണ്ട. ഉമ്മ അല്ലെങ്കിൽ കുറ്റല്ല എന്ന് പറഞ്ഞാൽ നല്ലപോലെ നിൽക്കുക, അതിനെതിരൊന്നും പറയണ്ട. ഉമ്മ അറിയാതെ കാര്യങ്ങൾ ചെയ്യുക. ഉമ്മ അറിയാതിരിക്കാൻ വഴിയില്ലെങ്കിൽ ചെയ്യുക. പറയണം, അത് അള്ളാന്റെ കാര്യമാണ്, ഉമ്മ ഒന്നും വിചാരിക്കുന്നത്. അതിന്റെ പേരിൽ ഉമ്മയപ്പം തെറ്റ പ്രശ്നമില്ല. ഇവിടെ പലരും ചില കാര്യങ്ങളിൽ അത് മനസ്സിലാക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹും അവന്റെ റസൂലും തന്റെ ഒരു ഭാര്യ, തന്റെ ഇണക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അവകാശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉമ്മയും ഉപ്പന്റെ പൊരുത്തത്തിന് വേണ്ടി ഉമ്മയും ഉപ്പയും അത് ചെയ്യണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ ഉമ്മയുപ്പാണ് വലുത്, അനക്ക് ഞാൻ തരൂല എന്ന് പറഞ്ഞു മാറിയിട്ട് എന്റെ സ്വർഗം പോകുമെന്ന് പറഞ്ഞാണ്ട് നീ ഉമ്മയുപ്പാനെ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനും റസൂലിനെ ധിക്കരിക്കാൻ ചെയ്യും. മനസ്സിലാവുന്നു? അപ്പൊ നീ നരകത്തേക്ക് തന്നെ പോകും. അങ്ങനല്ല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടായിരിക്കണം ഉമ്മയോടുള്ള വിധേയത്വം. ശേഷം ആണെന്ത് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉമ്മാനപ്പനെ തന്നെയാണ് വലുതാക്കേണ്ടത്, എന്റെ ഭാര്യയല്ല. അതിലൊക്കെ നല്ല ഹിക്കമത്തിലൂടെ പെരുമാറാൻ പറ്റും. തന്റെ ഭാര്യയെ വളരെ ശ്രദ്ധിക്കും. ഒരിക്കലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ കൈകൊണ്ട് അവരെ മുഖത്തടിക്കാൻ പാടില്ല, അവരെ തല്ലാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല ഭാര്യയെ. അവരോടൊക്കെ അവർ മറ്റൊരു മാതാപിതാക്കളുടെ എന്താ പറയുക സന്താനമായി വളർന്നു വന്നവരാണ്. അവർ സ്നേഹം കിട്ടി വന്നവരാണ്. നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളോട് അള്ളാഹു റസൂൽ അവരോട് എങ്ങനെ പെരുമാറെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവും? ആക്രമിക്കാൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, മാനസികമായാലും എല്ലാത്തിനും. അവർക്ക് വേണ്ട അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കണം. അവരുടെ സ്ഥാനത്ത് മറ്റൊരു അന്യ സ്ത്രീയെ മനസ്സിൽ പോലും കൊണ്ടുവരാൻ പാടില്ല. അവരോടുണ്ട് നമ്മുടെ മനസ്സിൽ മറ്റൊരു സ്ത്രീയോട് നമ്മൾ സ്നേഹബന്ധം പുലർത്തി അവരോടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും പാടില്ല. വഞ്ചന, അത് അവരോട് വിശ്വാസവഞ്ചന ഞങ്ങൾ ചെയ്തു.
മനസ്സിലാവുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. ഭാര്യമാരുടെ കാര്യത്തിൽ ഇത്തഖുന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവരെ ചീത്ത വിളിക്കുക, അവരെ വിഷമിപ്പിക്കില്ല, പാടില്ല. അവരോട് നല്ല രീതിയിൽ പെരുമാറും. അവർക്ക് വേണ്ടുന്ന അവരുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ എല്ലാം നിങ്ങളാണ് നിറവേറ്റി കൊടുക്കുന്നത്. അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം, നല്ല രീതിയിൽ പെരുമാറണം. എപ്പോഴും കൽപ്പനയും വിരോധനകളും മാത്രമാവാൻ പാടില്ല. അവർക്ക് വേണ്ടുന്ന അവർക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ളതൊക്കെ അവർ ചെയ്തു കൊടുക്കണം. അവർക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും, അത് നിങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സ് മാറി മറ്റുള്ളവർക്ക് പോകാൻ പാടില്ല. ഉള്ളിൽ മാത്രം സ്നേഹം വെച്ചാൽ പോരാ, അവർക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. അതെങ്ങനെ അറിയിക്കുക? നീ എന്റെ കരളാണ്, നീ എന്റെ സഖിയാണ്, നീ ഇല്ലാത്ത ജീവിതം ഇല്ലാത്ത കഞ്ഞി പോലാണ്. അതല്ല, അവരോട് സ്നേഹം കാണിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ കാണുന്നത്. പണം ചെലവാക്കണോടത്തായാലും വേണ്ടില്ല, മനസ്സിലായണ്ട? അവരുടെ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോ അതൊന്നും ആക്കണില്ല. രാത്രിയിൽ വന്ന ഭയങ്കര സ്നേഹമാണ്, കിടപ്പറയില് കെടുക്കുമ്പോ വല്ലാത്ത സ്നേഹമാണ്. അതൊന്നും സ്നേഹം അതൊന്നല്ല. സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ആ സ്നേഹം കാണും, പ്രവർത്തനത്തിൽ കാണും. അവളോട് സ്നേഹം, അവളുടെ കുടുംബക്കാരോട് സ്നേഹം ഉണ്ടാവും. അവളോട് വലിയ സ്നേഹമാണ്. എന്റെ അനുജന്മാർ, എന്റെ ഏട്ടന്മാര്, എനിക്ക് കുറെ അളിയന്മാരെ കിട്ടി, എന്തിനും പറ്റുള്ളൂ. എന്റെ വാപ്പ തന്ത അതിനോട് നേരം പോലെ ഇരിക്കാൻ പറയും. ഓളെ ഉപ്പാനോടും ഉമ്മാനോടും കുടുംബക്കാരോടും ഒക്കെ വെറുപ്പ്, അവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയാം. ഓളോട് വല്ലാത്ത സ്നേഹം, അത് നിഫാക്കാണ്, കാപട്യം. നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഉമ്മനോട് സ്നേഹം ഉണ്ടാവും, ഉപ്പനോട് സ്നേഹം ഉണ്ടാവും, എന്റെ അളിയന്മാരോട് സ്നേഹം ഉണ്ടാവും, അവരുടെ കൂട്ടുകുടുംബത്തിനോടൊക്കെ സ്നേഹം ഉണ്ടാവും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓളോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് എന്റെ കുടിയിലേക്ക് ഇങ്ങനെ പോകണമെന്ന് ഇഷ്ടമല്ല, എന്റെ കുടുംബത്തേക്ക് പോകണമെന്ന് ഇഷ്ടമല്ല, എപ്പോൾ ഇന്ത്യ എടുത്തിട്ടുണ്ടാവണം. അവളോട് സ്നേഹം കൂടെ ഇല്ല. അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ ഇഷ്ടങ്ങളെ മാനിക്കും. അതൊക്കെ ഇസ്ലാമിക ശരീരത്തിന് നിയമത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കണം. അവളുടെ കുടുംബത്തുകൊക്കെ അവളെ പറഞ്ഞേക്കേണ്ടി വരും, അവൾക്ക് വേണ്ടൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലാവുണ്ടോ? അവനെ അളിയന്മാർ ചിലപ്പോൾ ഇങ്ങോട്ട് നിലപോലെ നിന്നില്ല. അതായത് ഓൾ അനുജനോ ഏട്ടന്മാരോ നിന്നോട് നല്ല രീതിയിൽ നിന്നില്ല. അതുകൊണ്ടൊന്നും അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഓളെല്ലാം അവരെല്ലല്ലോ കിട്ടിയത്. ഞാൻ കിട്ടിയത് എന്റെ ഭാര്യനെയാണ്, അവരെല്ലാം കിട്ടും. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അവരിൽ നിന്നും അവളുടെ ഉപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. നീ വിവാഹം കഴിച്ചത് അവളാണ്. അവളോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, അവര് നിനക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും അവളോടുള്ള സ്നേഹം കാണത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് സ്നേഹം. അല്ല കാപട്യാണ്, അല്ലാത്ത കാപട്യാണ്. എന്നിട്ട് അടുത്ത പെണ്ണ് കെട്ടാൻ നടക്കുമ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, മനസ്സിലാവണ്ട? ഒന്നും ശരിയൊന്നല്ല, അള്ളാഹു താല ഇഷ്ടപ്പെടൂല. അപ്പൊ അമലുകളുടെ കാര്യത്തിൽ, സൽക്കർമ്മകാര്യത്തിൽ രണ്ടാമത് ഭാര്യ നല്ല രീതിയിൽ കൊണ്ടുപോക്കോ. എങ്കിൽ അവരെ വെറുപ്പിക്കൽ, അവരെ വിഷമിപ്പിക്കൽ. പൊതുവെയൊരു നിയമമുണ്ട് ഇസ്ലാമിൽ. ഉദാഹരണമായിട്ട് നിസ്കരിക്കാൻ പറയുമ്പോ ഇങ്ങനെ പുരുഷന്മാരോട് ഹിതാബ് ഉണ്ടാകും. പക്ഷെ അത് സ്ത്രീകൾക്ക് അത് ബാധകമാണ്. എന്ത് നിസ്കരിക്കുക എന്നുള്ളത്? എന്നെ ഓർക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുക? നിസ്കാരം നിലനിർത്തുക. ആ പുരുഷനോടുള്ള പ്രയോഗം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് സ്ത്രീകളൊന്നും അത് ചെയ്യണ്ടെന്ന പ്രയോഗം അങ്ങനെ സ്ത്രീകൾക്കും അത് ബാധകമാണ് എന്ന് പറഞ്ഞമാതിരി ചില വിഷയങ്ങൾ അങ്ങനെയുണ്ട്. ഉദാഹരണമായിട്ട് ഈ എന്താണ് പറയാ, ഒരു ഭാര്യയുടെ സ്വർഗം പുരുഷന്റെ റിളായിലാണ്. തന്റെ ഭർത്താവ് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സ്ത്രീ നരകത്തിൽ പോകും, അല്ലെ? എന്നാൽ അതേപോലെ ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്. ഒരു പുരുഷനെ, ആ പുരുഷനെ കൊണ്ട് അവന്റെ ഭാര്യ തൃപ്തിയല്ലെങ്കിൽ അവനും നരകത്തിൽ. അത് പ്രയോഗം എന്നുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടും എല്ലാം ബാധകമാണ്, ഇങ്ങോട്ടും ബാധകമാണ്. ഇത് രണ്ടും അള്ളാഹുവിനും റസൂലിനും വേണ്ടിയല്ലാതെ, അതായത് അള്ളാഹുക്കും റസൂൽ എതിരായ വിഷയത്തിലാണെങ്കിൽ ഒരു ഭർത്താവ്, ഒരു ഭാര്യ ഈ ഭർത്താവിനെ കൊണ്ട് ഒരു ഭർത്താവ് ഈ ഭാര്യനെ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല, അതുകൊണ്ടൊന്നും ആ ഭാര്യ എന്ത് ചെയ്യില്ല? സ്വർഗത്തിൽ പോകില്ല. ഉദാഹരണമായിട്ട് ഭർത്താവ് പറയാൻ, ഇജ് തലൊന്നും മറക്കാതെ കഴിഞ്ഞിട്ട് അല്ലാതെ വെറും മെഡി ഇട്ടാ മതി, അല്ലെങ്കിൽ ബനിയൻ ഷർട്ട് ഇട്ടാ മതി, പുറത്തേക്ക് പൊക്കോളി, അതാ എനിക്കിഷ്ടം, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് തൃപ്തനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഭർത്താവിന്റെ തൃപ്തി ഇല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യട്ടെ എന്നാണ്. ചെയ്താൽ നീ നേരെ നരകത്തിൽ പോകും, അവരും നരകത്തിൽ പോകും. ആ സമയത്ത് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ അള്ളാഹുവിനും റസൂലിനും, നേരത്തെ മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട രീതിയിൽ
ആ അനുസരിക്കുന്ന വിധത്തിൽ ആ രംഗത്ത് മാത്രമേ ഇത് ബാധകാവുള്ളൂ. ഈ രംഗത്ത് നിങ്ങൾക്ക് ഇവന്റെതല്ല, അള്ളാഹുവിനും റസൂലും പറഞ്ഞ നിയമം, ആ റസൂലിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഭർത്താവ് എതിരാകുമ്പോൾ ഭർത്താവിനെ അനുസരിക്കേണ്ട, അള്ളാഹുവിന്റെ റസൂൽ അനുസരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ തൃപ്തിപ്പെടേണ്ട. നീ ആ തൃപ്തിപ്പെടാതിരുന്നാലും നീ സ്വർഗത്തിലാണ്, അവനെ നരകത്തിൽ പോകുക. അതുകൊണ്ട് നിന്നെ അവനെ ഒഴിവാക്കിയാലും ശരി ഇതിൽ ഉറച്ചുന്നോളൂ. അല്ലെങ്കിൽ അവൻ ഒഴിവാക്കിച്ചിട്ട് നീ ഇത് ഉറച്ചു നിന്നില്ലെങ്കിൽ അപ്പോഴാണ് നിനക്ക് നിന്നെ കൊണ്ട് അള്ളാഹു തആല വെറുത്തു പോവുള്ളൂ. അപ്പൊ അവിടെ ഹിക്മത്തിൽ കൂടി ചെയ്യാം, അല്ലാതെ ഒരു നിയമമല്ല അവിടെ. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ഒരു വിധത്തിലും നിർവാഹമില്ലെങ്കിൽ എന്തുണ്ട്, അവൾക്ക് ചിലപ്പോൾ അഫു ഉണ്ടായിരുന്നു. അപ്പോ അവളെ ഒഴിവാക്കാനും തയ്യാറല്ല. അവൾക്കാണെങ്കിൽ അതിനൊന്നും മാറാൻ ഒരു വിധത്തിലും ഒരു നിവൃത്തിയില്ല. ചില ഘട്ടങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ആ ടൈമിലൊക്കെ അവൾക്ക് വെറുത്തിട്ടാണെങ്കിലും ശരി അവൾ ചിലപ്പോൾ അതിനനുസരിക്കേണ്ടി വന്നാൽ, പക്ഷെ അതിന് വെറുപ്പാണ് അവൾക്ക് എങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, അവൾക്ക് അഫൂ ചെയ്യാൻ എന്തുണ്ട്, കാരണമുണ്ട്. അതിന്റെ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ. ഏതായാലും ശ്രദ്ധിക്കാം. ഇനി സ്ത്രീയുടെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഭർത്താവ് എന്താ പറയാ, അവൾ അതായത് ഭാര്യ ഭർത്താവിനെ കൊണ്ട് തൃപ്തി അല്ലെങ്കിൽ അവനും നരകത്തിൽ പോകും. എന്ത് കാര്യത്തിലാണത്? ഇതേപോലുള്ള കാര്യത്തിൽ. ഓളെന്തില്ല, ഭർത്താവിനെ കൊണ്ട് തൃപ്തിയായില്ല. എന്താ കാരണം? അവൻ ഇവൾക്ക് നൽകുന്ന അവകാശങ്ങൾ നൽകിയില്ല. ഒരു ഭർത്താവിന് സ്ത്രീക്ക് നൽകേണ്ട അവകാശങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഭർത്താവ് സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങൾ നൽകിയില്ല, അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി, അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ വിഷയത്തിൽ അവൾ ഇവനെ കൊണ്ട് തൃപ്തി അല്ലെങ്കിൽ അവനും നരകത്തിൽ പോകാൻ ഏത് ഖുർആൻ ഓതിയിട്ടുണ്ടായി? മനസ്സിലാവും. ദീനിന്റെ കാര്യത്തിൽ വിഷയമില്ല. ഇനി രണ്ടാമത്തെ ഹുക്കൂക്ക് അതേതാണ്? സ്ത്രീകളുടെ. ഇപ്പൊ ഇത് പുരുഷന്മാർതാ പറഞ്ഞു, മനസ്സിലാവുന്ന. ഈ സ്ത്രീക്ക് എന്താ ഉള്ളത്? സ്ത്രീക്ക് ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ്. ഭർത്താവിനോടുള്ള ഹുക്കൂക്കാണ് അവൾ ആദ്യം ശരിയാക്കുന്നത്. ശേഷമാണ് ഉമ്മയും ബാപ്പയോടുള്ള ഹുക്കൂക്ക്. ഉമ്മയോടും ബാപ്പയോടും ചെയ്യേണ്ട കടമകൾ ഇസ്ലാം പറഞ്ഞതെല്ലാം സ്ത്രീക്കും ഉണ്ട്. അതെല്ലാം സ്ത്രീക്കുണ്ട്. സ്ത്രീക്ക് അങ്ങനെ ഉമ്മനെ ഉപ്പനെയും ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ എങ്ങനെയാണത്? എങ്ങനെയാണത്? ഭർത്താവിന്റെ തൃപ്തിക്ക് കീഴിലായിക്കൊണ്ടേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് അവൾക്ക് എല്ലാ ഖിദ്മത്തും ഉമ്മക്ക് ഉപ്പൊക്കെ അവൾ ചെയ്യണം, ഭർത്താവ് അനുവദിക്കുകയാണെങ്കിൽ. ഭർത്താവ് പറയാണ് വേണ്ട പോണ്ട, ഇന്ന് ഖിദ്മത്തിന് പോണ്ട, എന്റെ ഉമ്മ തീരെ സുഖമില്ല, ഉമ്മാക്ക് ഞാൻ അത്യാവശ്യമാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല, ഞാൻ ഖിദ്മത്ത് ചെയ്യണം. മരൊക്കെക്കാട്ടും നല്ലത് ആ വിഷയത്തിലൊക്കെ ഉമ്മ തീരെ സുഖമില്ലാത്തതുകൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ മറ്റൊക്കെ ഞാൻ പോണത് ഉമ്മാക്ക് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഒന്ന് വരാൻ വേണ്ട, ഖിദ്മത്ത് ചെയ്യുന്ന ടൈമിൽ ഒന്ന് പോയി വരാൻ അനുവാദം പറ്റൂല, ഞാൻ ഒരിക്കലും സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യരുത്? നീ നിന്റെ ഭർത്താവിനാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ അത് പറ്റൂല, ഞാൻ പോവാണ്, എന്റെ ഉമ്മാക്ക് ഞാനല്ല വരാല്ല പോയാൽ നിന്നെ കൂടെ അള്ള തൃപ്തിപ്പെടും. അപ്പൊ അവൻ നല്ലതിനല്ലല്ലോ അവൻ കൽപ്പിക്കണത്, ശരിയാണ്, അതിന്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കും. എന്നാലും ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ക്ഷമിക്കുക, അവിടെ നിൽക്കുക, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറയുക അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ആക്കാൻ പരിശ്രമിക്കാന്ന് മാത്രമേ. അപ്പം ഭർത്താവിന്റെ അനുസരണക്ക് കീഴിലായിക്കൊണ്ട് സ്ത്രീക്ക് എന്തുണ്ട്? ഉമ്മയെ ഉപ്പയെ ശുശ്രൂഷിക്കൽ അവൾക്കും അത്യാവശ്യമാണ്. അപ്പൊ ഫസ്റ്റ് ഭർത്താവിനായിരിക്കണം മാത്രം. മനസ്സിലാവുന്നു? ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയണം. ഇപ്പൊ തന്നെ അത്യാവശ്യം സമയമായിരിക്കണമെങ്കിൽ ഇത് വലിയ വൈഡായ വിഷയമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളിലേക്ക് നമ്മളെ അള്ളാഹു തആല തിരഞ്ഞെടുക്കും. അതിനുള്ള എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളും യോഗ്യതകളും വേണം, അതൊക്കെ അള്ളാണ് തിരഞ്ഞെടുക്കുക ഔലിയാക്കൾ. അല്ല നമ്മൾ കുറെ കാട്ടിലോട്ടൊന്നും ഒലിയാവണമെന്നോ അള്ളാന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ച ആ വിലായത്തിലേക്ക് അള്ള എത്തിക്കുകയാണ്. തൗഫീഖ് നൽകട്ടെ. വാഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഇർഫഅ ദറജാത ജമീഇ മശായിഖിനാ ഫീ ദറജാതി ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.